തേടലായി പുണ്യമദീനയിൽ കിടന്നു കണ്ണടക്കല ഖൽബിന്റെ ആശ തീർത്തിടാന എന്നും തേങ്ങല എന്നും തേങ്ങല തിന്മ നിറഞ്ഞ ജീവിതമാണ് എൻ്റെ കയ്യില് ഖൽബില് തിന്മ നിറഞ്ഞ ജീവിതമാണ് എൻ്റെ കയ്യില് കാരുണ്യവാന്റെ കരുണ മാത്രമാണ് ഖൽബില് അഖീബത്തിന്റെ കാര്യമോർത്തിടുമ്പയിൽ കിടന്നു കണ്ണടക്കല ഖൽബിന്റെ ആശ തീർത്തിടാന എന്നും തേങ്ങല ഖൽബിന്റെ ആശ തീർത്തിടാന എന്നും തേങ്ങല എന്നും തേങ്ങല മുത്ത് ഹബീബിൻ മദ്ഹ് പാടി ഖൽബ് ലംഘനം ഉറക്കിലും ഉണർവിലും ഹബീബെ കാണണം മുത്ത് ഹബീബിൻ മദ്ഹ് പാടി ഖൽബ് ലംഘനം ഉറക്കിലും ഉണർവിലും ഹബീബെ കാണണം മദ്ഹിൻ ഫലമായി രണ്ട് ലോകവും ജയിക്കണം മദ്ഹിൻ ഫലമായി രണ്ട് ലോകവും ജയിക്കണം സ്വലവാത്തുകൾ മൊഴിഞ്ഞ് മുത്തിന്റെ നേടണം സ്വലവാത്തുകൾ മൊഴിഞ്ഞ് മുത്തിന്റെ നേടണം നേടണം അല്ലാഹുവിന്റെ മുത്ത് റസൂലിന്റെ മദ്ഹിലായി ആയുസ് മുഴുവൻ തീർത്തിടാന എന്നും തേടലായി പുണ്യമദീനയിൽ കിടന്നു കണ്ണടക്കല ഖൽബിന്റെ ആശ തീർത്തിടാന എന്നും തേങ്ങല ഖൽബിന്റെ ആശ തീർത്തിടാന എന്നും തേങ്ങല എന്നും തേങ്ങല മഈശത്തിന്റെ വഴികൾ ഞങ്ങളിൽ തുറക്കണേ അജലെത്തും മുമ്പേ കടമകൾ കടങ്ങൾ തീർക്കണേ മഈശത്തിന്റെ വഴികൾ ഞങ്ങളിൽ തുറക്കണേ അജലെത്തും മുമ്പേ കടമകൾ കടങ്ങൾ തീർക്കണേ രോഗങ്ങൾ മാറ്റി ആയുസ്സും ആരോഗ്യമേകണേ രോഗങ്ങൾ മാറ്റി ആയുസ്സും ആരോഗ്യമേകണേ ആവശ്യമെല്ലാം തീർത്ത് ഖൽബിൽ ശാന്തി നൽകണേ ആവശ്യമെല്ലാം തീർത്ത് ഖൽബിൽ ശാന്തി നൽകണേ ശാന്തി നൽകണേ അല്ലാഹുവിന്റെ മുത്ത് റസൂലിന്റെ മദ്ഹിലായി ആയുസ് മുഴുവൻ തീർത്തിടാന എന്നും തേടലായി പുണ്യമദീനയിൽ കിടന്നു കണ്ണടക്കല ഖൽബിന്റെ ആശ തീർത്തിടാന എന്നും തേങ്ങല ഖൽബിന്റെ ആശ തീർത്തിടാന എന്നും തേങ്ങല എന്നും തേങ്ങല അപ്പോൾ ഇങ്ങനെ ഇതാക്കാം ഇതിനാ പഠിക്കണം സുന്ദരമേറും സുഗന്ധ സ്മൃതി നബിനീലാദേത്തി ഖൽബിൽ ആനന്ദത്തിൻ അനുരാഗപ്പൂ വസന്തം ചാർത്തി മണ്ണിലും വിണ്ണിലും ചന്തമതേറും പുഞ്ചിരി പോത്തോ ഇന്ന് മർഹബ പാടി പുണ്യ റബീഇൽ ആരവം കോർത്തോ സുന്ദരമേറും സുഗന്ധ സ്മൃതി നബിനീലാദേത്തി ഖൽബിൽ ആനന്ദത്തിൻ അനുരാഗപ്പൂ വസന്തം ചാർത്തി മണ്ണിലും വിണ്ണിലും ചന്തമതേറും പുഞ്ചിരി പോത്തോ ഇന്ന് മർഹബ പാടി പുണ്യ റബീഇൽ ആരവം കോർത്തോ മധുകളൊഴുകും പൂക്കാലത്തിൻ ചാരുതയേകി മൗലിദ് സദസുകളാലെ വീടും നാടും മുഖരിതമായി മധുകളൊഴുകും പൂക്കാലത്തിൻ ചാരുതയേകി മൗലിദ് സദസുകളാലെ വീടും നാടും മുഖരിതമായി
സുന്ദരവേറും പിറന്നാളിൻ്റെ ചേലുകളാണ് എങ്ങും ആഘോഷ നിറവിലലങ്കൃത നാളുകളാണ് സുന്ദരമേറും സുഗന്ധ സ്മൃതി നബി മീലാദേത്തി ഖൽബിൽ ആനന്ദത്തിൻ അനുരാഗപ്പൂ വസന്തം ചാർത്തി മണ്ണിലും വിണ്ണിലും ചന്തമതേറും പുഞ്ചിരി പോത്തോ ഇന്ന് മർഹബ പാടി പുണ്യ റബീഇൽ ആരവം കോത്തോ മധുരിതരാവാൽ കണ്ണിലും കരളിലും പൂത്തിരിയാണ് മകിത് തികവൊളി മൊഞ്ചാൽ പള്ളികളകിലും പൂവഴകാണ് മധുരിതരാവാൽ കണ്ണിലും കരളിലും പൂത്തിരിയാണ് മകിത് തികവൊളി മൊഞ്ചാൽ പള്ളികളകിലും പൂവഴകാണ് പ്രൗഢി തിളങ്ങും നബിദിന റാലി ഇഷ്കിൻ പ്രഭയാണ് റോഡിൽ മുട്ടും പാട്ടും ബൈത്തും ചേർന്നൊരു കുളിരാണ് പ്രൗഢി തിളങ്ങും നബിദിന റാലി ഇഷ്കിൻ പ്രഭയാണ് റോഡിൽ മുട്ടും പാട്ടും ബൈത്തും ചേർന്നൊരു കുളിരാണ് സുന്ദരമേറും സുഗന്ധ സ്മൃതി നബി മീലാദേത്തി ഖൽബിൽ ആനന്ദത്തിൻ അനുരാഗപ്പൂ വസന്തം ചാർത്തി മണ്ണിലും വിണ്ണിലും ചന്തമതേറും പുഞ്ചിരി പോത്തോ ഇന്ന് മർഹബ പാടി പുണ്യ റബീഇൽ ആരവം കോർത്തോ സന്തോഷത്തിൻ പൂക്കൾ വിരിയും മാസമിതാണ് കുരുന്നു മനസ്സകത്തി വിടരും നബിദിന മധുരമിതാണ് സന്തോഷത്തിൻ പൂക്കൾ വിരിയും മാസമിതാണ് കുരുന്നു മനസ്സകത്തി വിടരും നബിദിന മധുരമിതാണ് സൗഹാർദ്ദത്തിൻ കാഴ്ചകളാലെ നാടുകളഴകാണ് സ്നേഹ മുത്ത് റസൂലിൻ ജന്മദിനത്തിൻ പെരുന്നാൾ പൊലിവാണ് സൗഹാർദ്ദത്തിൻ കാഴ്ചകളാലെ നാടുകളഴകാണ് സ്നേഹ മുത്ത് റസൂലിൻ ജന്മദിനത്തിൻ പെരുന്നാൾ പൊലിവാണ് സുന്ദരമേറും സുഗന്ധ സ്മൃതി നബി മീലാദേത്തി ഖൽബിൽ ആനന്ദത്തിൻ അനുരാഗപ്പൂ വസന്തം ചാർത്തി മണ്ണിലും വിണ്ണിലും ചന്തമതേറും പുഞ്ചിരി പോത്തോ ഇന്ന് മർഹബ പാടി പുണ്യ റബീഇൽ ആരവം കോർത്തോ ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي توسلنا بسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ, ഈ മദീനത്തു സിയമിൻ്റെ തിരുമുറ്റത്ത്
ഒരുമിച്ച് കൂടിയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, വിദ്യാർത്ഥികൾ, ഉമ്മ, പെങ്ങന്മാർ, അർഹമുർ-റഹീമീനായ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഈ ഒരുമിച്ച് കൂടിയ ഇതേ സന്തോഷത്തിലും റാഹത്തിൽ നമ്മിൽ നിന്ന് ഒരാളെയും വിട്ടുകളയാതെ ഹബീബിൻ്റെ മഹത്വം കൊണ്ട്, അവിടുത്തെ സ്നേഹിച്ചു എന്ന ഒരൊറ്റ കാരണം കൊണ്ട് പാരത്രിക ലോകത്ത് അർശിന്റെ തണൽ ലഭിക്കുന്ന മുഅ്മിനീങ്ങളിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അവസാനം ഹബീബിനോട് കൂടെ സ്വർഗീയ ലോകത്തൊരുമിച്ച് കൂടാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ആമുഖങ്ങളൊന്നുമില്ല, വളരെ പെട്ടെന്ന് നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മുടെ കഥ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്ഥലത്ത് വരെ നാം എത്തിച്ചിരുന്നു. അതിൻ്റെ ബാക്കി അങ്ങോട്ട് തുടങ്ങിയാൽ കൂടിയിരിക്കുന്ന ആളുകളുടെ തുടക്കം എന്താണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ ആദ്യം മുതൽ ഇൻഷാ അല്ലാഹ് ഒരൊറ്റ കണ്ടോടിക്കൽ ഓടിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരു നിശ്ചിത സമയമുണ്ട്. ആ സമയം നമുക്ക് നിർത്താം. ഒരൊറ്റ കാര്യം പറയുന്നു. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരും അവരുടെ കിതാബുകളിൽ രേഖപ്പെടുത്തി വെച്ച ഒരുപാട് സംഭവങ്ങൾ മഹാകവി മോയിൻകുട്ടി വൈദ്യർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒന്ന്, അബൂജഹലിനെ കൊലപ്പെടുത്തിയ ഈ കഥ, ബദ്ർ ശുഹദാഇന്റെ കഥ ഒരു മനുഷ്യൻ ആത്മാർത്ഥമായി ശ്രദ്ധിച്ച് കേട്ടിരുന്നാൽ ആ മനുഷ്യത്തിന്റെ 7 വർഷത്തെ ദോഷങ്ങൾ പൊറുക്കപ്പെടും എന്ന് കിതാബുകൾ ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ മോയിൻകുട്ടി വൈദ്യർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇരുത്തം വെറുതെയാവില്ല, വെറുതെയാകാൻ പാടില്ല. ആ ഒരു ഉദ്ദേശത്തിൽ വേണ്ടിയാണ് നിങ്ങൾ ഇരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മുടെ സദസ്സ് കബൂൽ ചെയ്യുമാറാവട്ടെ. മോയിൻകുട്ടി വൈദ്യർ തന്നെ ആ കാവ്യം തുടങ്ങി. ഇൻഷാ അല്ലാഹ് നമുക്ക് കഥയിലേക്ക് പ്രവേശിക്കാം. അഹദത്തിലെ അലിഫ് അലിഫ് ലമഗമിയം അലിഫക്ഷര പൊരുൾ ബിസ്മില്ലാഹ് അരിമ കലെ കുതുബനുദിനം ഖുർആനിൻ അലകുറ്റല കുറി ബിസ്മില്ലാഹ് ബഹറ ഖുർആനിൻ പൊരുൾ മുളതടകിനെ പരിശ കടൽ പതി ബിസ്മില്ലാഹ് ബദറ പട കൊടു കവിനുവൽ വതി മുതൽ പരിബതബതതി ബിസ്മില്ലാഹ് ബഗ്ദ തളകിയ മർത്തബത്തർത്തമേ വളർപ്പേറ്റൊരു തിരു ബിസ്മില്ലാഹ് വഹിദ തൊയിലിയൽ അഖില മുക്കമരമേ വഹിയ തിരുമൊളി ബിസ്മില്ലാഹ് മഗ്ള പദമധു പയസുര നദികളിൽ മഴ തലകൾ ബിസ്മില്ലാഹ് മഅഉത്തമമുർ റഹ്മാനിർ റഹീമിൽ വബിഹി തൗഫീഖ ദരുലല്ലാഹ്. അള്ളാഹുവിന്റെ നാമത്തിൽ നാം ആരംഭിക്കുന്നു. നമുക്കറിയാം, ഒരുപാട് ചരിത്ര സംഭവങ്ങൾ നടന്നത് ചരിത്രങ്ങളിലൂടെ നാം മനസ്സിലാക്കിയവരാണ്, കേട്ടവരാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് ബദറിൽ സംഭവിച്ചത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അവിടുത്തെ അനുചരരും അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ജനിച്ച നാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. ഒരു രാത്രി ഒളിച്ചോടുകയോ അതല്ലെങ്കിൽ ഭീരുവായി കൊണ്ടുപോവുകയോ ചെയ്തതല്ല സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ നിർദ്ദേശം വരുന്നു. ആ നിർദ്ദേശമനുസരിച്ച് നബി തങ്ങളും സ്വഹാബികളും ജനിച്ച നാടായ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്രയായി. ആ മദീനയിലേക്ക് യാത്രയായി മദീനയിൽ താമസിക്കുന്നു. ആ മദീനയിൽ താമസിച്ച ഒരല്പ ദിവസം കഴിഞ്ഞ്, അല്ലെങ്കിൽ ഒരു വർഷവും ഒരല്പ ദിവസവും കഴിഞ്ഞപ്പോൾ അവിടെ ഒരു സംഭവം നടക്കുന്നു. ആ സംഭവമാണ് മഹാകവി മോയിൻകുട്ടി വൈദ്യർ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. ഹഖാനെ കോനമറൽ മക്കാവ് വിട്ട് നബി പക്ക മദീന തണവായി ഹാരേതോ മെത്തിടുകയിരാറുവത്ത ശകർ പാറാൽ പൊറുത്ത് പിറകെ തക്കോവർ ഹമിദരും മിക്കോർ സ്വഹാബികളും ഒക്കായിരിക്കും പൊഴുതിൽ ജാസൂസോരുത്തർ ബരയാസിൻ നബിക്കൊരു വിശേഷം വീരുത്തി പൊരുളായി ബക്കാതെ സാവർ മയിരുക്കാകേറിയ ചരക്കാടை പൊന്നു ചുമയായി ബാരുന്നു വാതി ബദർ ചേരുന്നവർ
അവകൾ തീയാം ഊരിന്നൊരുങ്ങി ഞാൻ പറയുന്ന കാര്യം വളരെ സത്യമാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം നല്ല പക്കാ മദീന, മക്കാവ് വിട്ട് പക്കാ മദീനത്തണവായി. പക്ക എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു ഭാഷയാണല്ലേ അതിന്. പക്ക ആള് അതൊരു പക്ക ഒരു മനുഷ്യനാണ് എന്ന് പറഞ്ഞാൽ നല്ല വളരെ നല്ല മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും യാത്ര ചെയ്യും. അവിടെ പുറത്ത് ഏകദേശം 2 വർഷം അടുത്ത് ആയ സമയത്താണ് ഒരു സംഭവം അവിടെ നടക്കുന്നത്. എന്താണത്? തക്കോവർ ഹമീദരും മിക്കോർ സഹാബികളും ഒക്കായിരിക്കും പൊള്ളുതിൽ ജാസൂസോരുത്തർ വരയാസിനെ ബിക്കോരുമി ശേഷം വിരുത്തി പോരുള്ള വിശേഷം വിരുത്തി പോരുള്ള ബക്കാതെ സാവർ ബാഴിറൂക്കാകയേറിയ ചരക്കാടை പൊന്നും ചുമയായി വരുന്ന് വാദിബദർ ചേരുന്നവർകൾ തീഹ ഊരിന്നൊരുങ്ങി ഹറജായി ഊരിന്നൊരുങ്ങി ഹറജായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും മദീനയിൽ താമസിച്ചു. അല്പ ദിവസം കഴിഞ്ഞപ്പോഴതാ ഒരു ദൂതൻ റസൂലുള്ളാഹി തങ്ങളുടെ സമീപത്ത് വരുന്നു. എന്നിട്ട് പറയുന്നു, നബിയെ, അങ്ങും സഹാബികളും മക്ക വിട്ട് മദീനയിലേക്ക് എത്തിയപ്പോ അങ്ങയുടെ സമ്പത്ത് അല്ലേ, ഈ തപ്പനത്തോട്ടങ്ങളുണ്ട്, കുതിരകളുണ്ട്, ഒട്ടകങ്ങളുണ്ട്, അതെല്ലാം സഹാബത്തിന്റെ സമ്പത്തല്ലേ. ആ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് അത് മുഴുവനും കൈവശപ്പെടുത്തിക്കൊണ്ട് ഖുറൈശി നേതാവായ അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക് കച്ചവടത്തിന് പോകുന്നുണ്ട്. കച്ചവടം ചെയ്തോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? കച്ചവടം ചെയ്യുന്നത് നമുക്ക് വിരോധമില്ല. കച്ചവടം ചെയ്യട്ടെ, ലാഭമുണ്ടാക്കട്ടെ. പക്ഷേ ആ കൊണ്ടുപോകുന്ന സമ്പത്ത് ആരുടെ സമ്പത്താണ്? സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ സഹാബത്തിന്റെ സമ്പത്താണ്. ആ സമ്പത്ത് കൊണ്ടുപോയി അവർ കച്ചവടം ചെയ്ത് അതിനുള്ള ലാഭവിഹിതം തിരിച്ചു കൊണ്ടുവന്ന് ഉപയോഗപ്പെടുത്തുന്നത് എന്തിനാ? അവർക്ക് അനുകൂലമായി, നബിതങ്ങൾക്ക് പ്രതികൂലമായിട്ടാണ്. അതുകൊണ്ട് നബിയെ, അത് തടയണം, അവരെ തടയണം. ആ കച്ചവട സംഘത്തെ നിങ്ങൾ പിടിക്കണം. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒരൽപ്പം സഹാബികളും ആ കച്ചവട സംഘത്തെ പിടിക്കാൻ വേണ്ടി യാത്രയായി. എല്ലാവരും കേട്ടോ, അങ്ങനെ പോയി. പ്രധാനപ്പെട്ട പ്രഗത്ഭരായ പലരുമുണ്ട്. അങ്ങനെ യാത്ര ചെയ്തു. പക്ഷേ യാത്ര എന്ന് പറഞ്ഞാൽ കുറഞ്ഞ സ്ഥലമല്ല, വിവിധ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തു. അബൂ സുഫിയാനെയും സംഘത്തെയും അവർ കണ്ടെത്തിയില്ല. നിരാശരായിക്കൊണ്ടവർ തിരിച്ചു വരുന്നു. തിരിച്ചു വന്നുകൊണ്ട് അവരുടെ തമ്മിൽ ഇങ്ങനെ വിശ്രമിക്കേ അതാ വരുന്നു മലക്കുൽ ജിബ്രീൽ അലൈഹിസ്സലാം. എന്താ പറയുന്നത്? അമ്പൻ പുകഴ്ടെ യാ ഖൈറൽ ബറായ തുണയറബോ സുഫിയാനും ബഈറ സുമകളും ശാമിന്ന് വാരുന്നു സൈറ തണിയോൻ അരുൾ ഉങ്കൾ താമും സ്വഹാബ തരത്താൻ ഇലയും സൂറത്തിൽ പോവാൻ തണി ചെയ്യും ത്വാഹവിൽ ഏകനും കോരി ത്വാസുല്ലം ലാകുസന്തം ഏറിയ അസ്ഹാബരിടുത്ത് ഏകൻ അമർ കേട്ടടവേ മുദിത്ത് ഹറൈ തണിക്കും നബിയും ഒരുങ്ങി ഹസിതളിന്താരി കോരും മരുങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാം, നിങ്ങൾ എന്റെ കൂടെ വരുന്നില്ലേ? ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നു. എന്നിട്ട് പറയുന്നു, നബിയെ, കച്ചവട സംഘത്തിങ്ങൾക്ക് കിട്ടിയില്ലല്ലോ, എന്നാൽ കച്ചവട സംഘം പുറപ്പെട്ടിട്ടുണ്ട്. അവരെ പിടിക്കാൻ വേണ്ടി അങ്ങ് യാത്രയായിക്കോളൂ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും
ആ സ്വഹാബികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ചുകൊണ്ട് ആ സ്വഹാബത്ത് റസൂലുള്ളാഹിന്റെ പിന്നിൽ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞത് പ്രകാരം അവർ യാത്രയാകുന്നു. അങ്ങനെ കുറെ അങ്ങോട്ട് പോയി. എത്ര ആളുകളുണ്ട് അവർ യാത്രയിൽ പഠിക്കാൻ മതി, എല്ലാവർക്കും അറിയാം. എന്നാലും ബദരീകളുടെ ചരിത്രമല്ലേ, എല്ലാവർക്കും ബർക്കത്ത് കിട്ടട്ടെ. അള്ളാഹു നമ്മളെ കഥ ആക്കി തരട്ടെ. മാറാത്തവർകൾ മുഹാജിറുകൾ ഈ കണക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ലേ കുട്ടികളെ ഒരു ദിവസം? മാറാത്തവർകൾ മുഹാജിറുകൾ കൂട്ടിക്കോളൂ. മുഹാജിറുകൾ എന്ന് ആർക്കാ പറയാ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സഹാബികൾക്കാണ് മുഹാജിറുകൾ എന്ന് പറയാം. അപ്പൊ അൻസാറുകൾ എന്ന് ആർക്ക് പറയാം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾക്ക്, അവിടെ ഒന്നുമില്ലാത്ത പട്ടിണിപ്പാവങ്ങളായ സഹാബികൾക്ക് മുഴുവനും നൽകി സഹായിച്ച സഹാബികൾ, മദീനത്തുകാർ, അവരാണ് അൻസാറുകൾ. അപ്പൊ മുഹാജിറുകളുടെ കണക്ക് നമുക്ക് കണക്കൂട്ടാ. ഐൻ 70. മക്കളെ പറയണം കേട്ടോ. ഐൻ എത്രയാ? 70. അലിഫ് 1, അപ്പൊ 71. 5 എത്ര? 5. ഇപ്പൊ എത്രയായി? നല്ല കുട്ടികൾ. അതിന് കൂടെ ഒരു അലിഫുണ്ട്, ഹാന്ന് നീട്ടാൻ കൊടുത്തിട്ടില്ലേ, അത് 1. ഇപ്പൊ എത്രയായി? 77. എന്നാലോ മാറാതവർകൾ മുഹാജിറുകളാഹ മറ്റാകയൻസാറുകളാകും കസംഹ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയ സ്വഹാബികളിൽ ഈ കച്ചവട സംഘത്തെ പിടിക്കാൻ പോയ മക്കക്കാരായ സ്വഹാബികൾ എത്രയുണ്ട് മക്കളെ? 77. എന്നാൽ മദീനത്തുകാർ എത്രയുണ്ട്? അതാണ് മോയിൻകുട്ടി വൈദ്യർ പറയുന്നത്. കൂട്ടിക്കോളി. 100, സ്വാദ് 90. കുട്ടിക്ക് എത്രയായി? 190. മീമ് 40. എത്രയായി? 230. 5 എത്രയായി? 235. ഹാന നീട്ടാൻ അലിഫ് 1. എത്രയായി? 236 പ്ലസ് 77 എത്ര ഉണ്ടാവും? നിങ്ങളൊടുക്കിയ പണി. 313. എത്ര ഉണ്ട്? പറയടാ. 313. പണ്ടേ മാഷ്മാര് പറയില്ല, കണക്കിലെല്ലാവരും വേക്കോട്ടാണ്. 236 77. 313. തവസ്സൽനാ ബിസ്മില്ലാഹ് വബിൽഹാദി റസൂലില്ലാഹ് വകുല്ലി മുജാഹിദില്ലാഹ് വഅഹ്ലിൽ ബദരി യാ അല്ലാഹ്. അല്ലാഹു ബദരീങ്ങളുടെ മദദ് നമുക്ക് നൽകട്ടെ. 313 സഹാബികൾ. ഈ 313 ആളുകളാണ് ബദരീകളുടെ കൂട്ടത്തിൽ നമ്മൾ സാധാരണ എണ്ണാറുള്ളത്. എന്നാൽ മോയിൻകുട്ടി വൈദ്യർ പറയുന്നു, മോയിൻകുട്ടി വൈദ്യരെ പിന്നെ ഇതല്ല, പിന്നെയോ മോയിൻകുട്ടി വൈദ്യർ പറയുന്നു, ഈ 313 ആളുകളും മുഴുവനും ബദരീകളുടെ കൂട്ടത്തിൽ എണ്ണുന്നുവെങ്കിലും 8 ആളുകൾ അതിൽ നിന്ന് ഒഴിവാണ്. 313 8 കുറച്ചുള്ള മക്കളെ. ഇയാളെന്നാണ് നമ്മൾ കണക്ക് കൊടുപ്പിക്കുന്നത് അല്ലേ? എത്ര? 305. 305. അൽഹംദുലില്ലാ. 305 സ്വഹാബികളാണ്. പിന്നെ 313 എന്നതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പോയിട്ടില്ല. യുദ്ധത്തിനാണോ നമ്മൾ പോകുന്നത്? അത് പറയാതെ പിന്നെ എവിടെ പോകുന്നത്? നല്ല കുട്ടികൾ. കച്ചവട സംഘത്തെ പിടിക്കാനാ പോകുന്നത്. നമ്മൾ ബദർ യുദ്ധം ഒന്നും പറയണ്ടോ. യുദ്ധം പരിപാടി നമുക്കില്ല. നമ്മുടെ സമ്പത്ത് കൊള്ളയടിച്ച് ഒരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ നിങ്ങളെ സമ്പത്ത് ഒരാൾ, നിങ്ങളെ സൈക്കിൾ വേറെ എടുത്തു പോയി കഴിഞ്ഞാൽ നിങ്ങളെ സൈക്കിൾ പിടിക്കാൻ വേക്കെ പോകില്ലേ? പിന്നെന്താ? നമ്മുടെ കച്ചവട സംഘം, ഈ കച്ചവട സംഘത്തെ പിടിക്കുന്നതിനാ? ഈ കച്ചവട സംഘം കൊണ്ടുപോകുന്നത് നമ്മുടെ സമ്പത്താണ്. അത് നമുക്ക് തിരിച്ചു കിട്ടണം. ആ സമ്പത്ത് പിടിക്കാൻ വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ 305 സഹാബികളും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അങ്ങനെ 306ഓളം ആളുകൾ അതാ പുറപ്പെടുന്നു. അത് മഹാകവി മോയിൻകുട്ടി വൈദ്യർ തന്നെ വിശദീകരിക്കുന്നു. ബദറുൽ ഹുദായാസീനൻ നബി ഖറജായ നേരം വളർകൊടി മോണ്ടെണ്ണം കേട്ടിടയതിലുണ്ടേ. അഭയന്ന് വർണ്ണമതാം പിണ്ട
അസ്വദുമാമേ ബദറുൽ ഹുദാ യാസീനൻ നബി ഖറജായ നേരം വളർകൊടി മോണ്ടെണ്ണം കേട്ടിടയതിലുണ്ടേ അഭയല് വർണ്ണമതാം പിണ്ടണ്ടും അസ്വദുമാമേ സതത കുടൈ പോൾ പൊങ്കും തിരുകരമാണ്ടാമ തതിന നബി തൻ തോളർ മിസ്അബിനീന്ദാർ അവരത് തന പിടി ചെയ്താറ്റൽ മുൻപിന നിലയാകൈ ഇതമയുകാബാം സത്തി പുലിയലിയാർ തങ്ങൾക്കും ഇയതനമാം മൂന്നാം സഅദുബ്നുമാദിൽ അരശര് ഇടബലവും നിണ്ടാരും ഗവരിലു പേരും ഒരു കൗലിൽ ആരണ്ടും അതിൽ മികുന്ദാത്തുൽ ഫുദൂൽ അതു നബി പൂണ്ടേ അവരിലെ അതത് സുയൂഫേട്ടുണ്ട് തിസ്അരിമാഹും പടയങ്കി എന്ന് പറഞ്ഞാൽ പ്രത്യേകമായ ഒരു പായാണ്, ഒരു കോട്ടാണ്. ആ പടയങ്കി അവരുടെ കൈവശമുള്ളത് എത്രയാ? 9 അല്ലെങ്കിൽ 6. അതിൽ ദാത്തുൽ ഫുദൂൽ ഏറ്റവും നല്ല പടയങ്കി അത് നേതാവായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നേതാക്കന്മാർക്കൊക്കെ നല്ലത് വേണം. അത് ഒരു എന്തൊരു രാഷ്ട്രീയ നേതാവാണെങ്കിലും അവരുടെ വാഹനങ്ങളും അതുപോലെ തന്നെ അവരുടെ ഡ്രസ്സും അതൊക്കെ വ്യത്യസ്തമാണ്. അതിനൊന്നും ഒരു വിരോധവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദാത്തുൽ ഫുദൂൽ അതറിഞ്ഞു. പിന്നെയോ സുയൂഫ് 8. എത്ര വാളുകൾ? വാൾ എത്ര മക്കളുള്ളത്? 8 വാള്. പടയങ്കി എത്രയാണുള്ളത്? 9 അല്ലെങ്കിൽ 6. 6ഓ 9ഓ പടയങ്കി. 8 വാളുകൾ അങ്ങനെ പോകുന്നു. സുബ്ഹാനല്ലാഹ്. അവരുടെ കൈവശമുള്ള കുതിരകൾ വെറും 70. അല്ല, ഒട്ടകങ്ങൾ എത്ര? 70 ഒട്ടകങ്ങൾ, 5 കുതിര. മറന്നുപോയി ഞാൻ ചോദിച്ചാല്? ഇല്ല. എത്ര വാള്? 8 വാള്. 8 വാള്. പിന്നെ 9 പടയങ്കി. പറയ്. 6ഓ 9ഓ പടയങ്കി, 70 ഒട്ടകം, 5 കുതിര. ഇങ്ങനെ യാത്രയാകുന്നു സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ആ പോകുന്ന യാത്ര. തങ്ങൾ സഹാബാരും എഴുന്നള്ളോ മതിർപ്പാമന്താമുഗമ തന്നവൻ നടുവടുവാതുഷന്തത് തിന്നമെ തെളിവൊളിവായി ബന്ധത് പിന്നുരപ്പുവനെയ തീക്കിൽ കണ്ടിടെ സൈറായ താരുവിന്നും പുലൈകത്തണ്ടേ തലമില പാത്താനവിടം തന്നു ചെന്ത് മുതിർന്നും ഉളർന്നിടുവാൻ. നിബിതങ്ങളും സഹാബികളും പോകുന്നത് ആ യാത്ര ഞാൻ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടത് കൂട്ടുകാരെ? കത്തി ഉദിച്ചു നിൽക്കുന്ന ചന്ദ്രൻ, അതിന് ചുറ്റും നക്ഷത്രങ്ങൾ. ആ നക്ഷത്രങ്ങൾ ഉദിച്ചു നിൽക്കുന്നു. അതിന്റെ മധ്യത്തിൽ അതാ ഒരു വലിയ ഒരു ചന്ദ്രൻ കത്തി നിൽക്കുന്നത് പോലെ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും, ഈ പറയപ്പെട്ട സഹാബികളും ഒരൽപ്പം ആയുധങ്ങളുമായി അങ്ങനെ യാത്രയാവുകയാണ്. അങ്ങനെ ഹുലൈഫത്ത് അഖീഖ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. മറന്നുപോകരുത്, അഖീഖ് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. നോക്കി അല്ല, നമ്മൾ അബൂ സുഫിയാന്റെ വരവിനെ കുറിച്ച് എല്ലാം ആരെങ്കിലും ഇല്ല ഈ ഭാഗത്തിലൂടെ? ഇല്ല, ഒരു ഷിയാറും കാണുന്നില്ല. ഉടനെ തന്നെ അഖീഖിൽ നിന്നും അവിടെ അഴിച്ച് നേരെ പോയി ഹുലൈഫത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് തമ്പടിച്ചു. ഹുലൈഫത്തിൽ വെച്ച് നോക്കി, അബൂ സുഫിയാനും സംഘവും തിരിച്ചു പോയോ? ഇല്ല, ഒരു വിവരവുമില്ല. ഉടനെ തന്നെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് യാത്രയാകുന്നു. സജുസജി എന്ന് പറയുന്ന സ്ഥലത്തെത്തി. അവിടെ തമ്പടിച്ചു. അവിടെ ഹൈമയടിച്ച് എന്നിട്ട് കാത്തിരിക്കുകയാണ്. ഇല്ല, അബൂ സുഫിയാന്റെയും വരവിനെ കുറിച്ച് ഒരു ലക്ഷണവും അവർക്ക് കാണുന്നില്ല. അവർ വീണ്ടും യാത്രയായി റഹ്താൻ എന്ന് പറയുന്ന സ്ഥലത്ത്
സയ്യിദുനാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഹൈമയടിക്കൂ സഹാബികളെ. അങ്ങനെ അതാ 4 ഭാഗത്തും 4 കാല് വെച്ച് ഒരു തുണി വലിച്ചു കൊണ്ട് കെട്ടി. അവിടുത്തെ ചൂട് ഗൾഫിൽ പോയവർക്ക് അറിയില്ലേ എന്താണ് ചൂട്, ശക്തമായ ചൂട്. ആ മണൽ പതച്ചു കൊള്ളുന്നു, മേലെയോ സൂര്യൻ കത്തി നിൽക്കുന്നു. ഇവർക്കാണെങ്കിലോ എപ്പോഴാണോ പരിശുദ്ധ റമദാൻ ശരീഫിൽ നോമ്പ് നിർബന്ധമാക്കിയത്, ആ നിർബന്ധമാക്കിയ അതേ വർഷം തന്നെയാണ് യുദ്ധവും നടക്കുന്നത്. റമദാനിലാണ് അവരുടെ യാത്ര എന്നർത്ഥം. അങ്ങനെ അതാ അവർ റഹ്കാനിൽ സംഘടിച്ചു. അവിടെ വെച്ചുകൊണ്ട് പരിശോധിച്ചു, ആരെയും കിട്ടുന്നില്ല, അവരെയും കാണുന്നില്ല. രണ്ട് സ്വഹാബികളെ കൊണ്ട് വിളിച്ചു. ബഹുമാനപ്പെട്ട രണ്ട് സഹാബികൾ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബികളെ, നിങ്ങൾ അബൂ സുഫിയാന്റെ വരവിനെ കുറിച്ച് വല്ല വിവരം കിട്ടുമെന്ന് പോയി നോക്ക്. അച്ചടക്കമുള്ള 2 സഹാബികൾ 2 കൂട്ടരും റസൂലുള്ളാഹി തങ്ങളുടെ നിർദ്ദേശപ്രകാരം അങ്ങനെ പോയി. അവരുടെ കയ്യിൽ ഒരു തോൽപാത്രമുണ്ട്. കഥയാണ്, കഥയിൽ ഒരുപാട് കൗലുകൾ വേറെയുമുണ്ട്. ഞാൻ പറയുന്നത് മഹാകവി കോയിക്കുട്ടി വൈദ്യരുടെ കഥയിൽ നിന്നാണ്, അതുപോലെ തന്നെയുള്ള ബഹുമാനപ്പെട്ടവർ ഉദ്ധരിക്കുന്ന കിതാബുകളിൽ നിന്നാണ്. അങ്ങനെ പോയി അവരുടെ കയ്യിൽ ഒരു തോൽപാത്രമുണ്ട്. അങ്ങനെ ഒരു വലിയൊരു കുതിരപ്പുറത്ത് കയറി അങ്ങനെ അവർ യാത്രയാകുന്നു. കുറേ നേരം സഞ്ചരിച്ചവരുടെ കൈവശമുള്ള വെള്ളമെല്ലാം തീർന്നു. ഇനി അല്പം വെള്ളം കിട്ടണം. വെള്ളം കിട്ടിയാലേ മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് കുടിക്കാനല്ല, അവർക്ക് അംഗസ്നാനം ചെയ്യണം, അതിന് വെള്ളം വേണം. ഉടനെ തന്നെ അലി രണ്ടുപേരും സംഭാഷണത്തിലായി എന്ത് ചെയ്യും, ഒരല്പം വെള്ളം കിട്ടണ്ടേ, എവിടെയാണ് വെള്ളം? അങ്ങനെ അവർ പരിശോധിച്ച് ഇങ്ങനെ നോക്കുമ്പോഴതാ പക്ഷികളും പറവുകളും ഇങ്ങനെ വട്ടമിട്ട് പറക്കുന്നു. പക്ഷികൾ വട്ടമിട്ട് പറക്കുന്നത് കണ്ടാൽ മനസ്സിലാക്കാം അവിടെ എന്തോ ഒരു വെള്ളത്തിന്റെ സാന്നിധ്യമുണ്ട് എന്നില്ലേ. ഉടനെ തന്നെ 2 സഹാബികളും അങ്ങോട്ട് ചെന്ന് നോക്കി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ? സുബ്ഹാന ജല്ല ജലാലുഹു. അത് കോയിക്കുട്ടി വൈദ്യർ പറഞ്ഞാൽ അതായിരിക്കും അതിന്റെ രസം. അടിവിട്ട് കൊത്തി പൂടിത്താരോ അണത്താനിയും മാലയാറുത്താരോ പിടിപെട്ട് സിന്നും കാടിത്താരോ പിച്ച ചട്ടയും കീറപ്പെടുത്താരോ കടുക പൂതപ്പോടെ കെട്ടി മാറിന്തിട്ടും കരിശത്തിൽ കാശീനിൽ കൂടെ വീളുന്തിട്ടും ഇടരി പീഡന്താവള് പിന്നും ഏളിന്തിട്ടും ഇരുപേരും ഒട്ട് മായങ്ങി നീലന്തിട്ടും പിണ്ടാളെ കടം കൊണ്ടോളിൽ കൊണ്ടേ കാടത്തിന് ചണ്ടയടി കുറി കൂട്ടിയ ധാരാളം കേട്ടാലടി ഉണ്ടല്ലോ മാനക്കേടുണ്ടോ മേടി ഉര പാരം പോരാ പെണ്ണി താരൂമേടി. കാണുന്നത് എന്താണെന്നറിയാം? ഇവര് ചെന്ന് നോക്കുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്? സുബ്ഹാനല്ലാഹ്, 2 പെണ്ണുങ്ങൾ ഈ ചെറിയ തടാകം, ഈ തടാകത്തിന്റെ സമീപത്ത് വെച്ച്, ചെറിയൊരു കുളം എന്ന് നമുക്ക് പറയാം അല്ലെ, ആ കുളത്തിന്റെ സമീപത്ത് അല്പം വെള്ളം കിട്ടാൻ വേണ്ടിയാണ് ബഹുമാനപ്പെട്ട അലി ബസ്ബസത്ത് റളിയല്ലാഹു അൻഹു കാത്തിരിക്കുന്നത്. പക്ഷെ അവിടെ സംഭവിക്കുന്നത് എന്താ? 2 പെണ്ണുങ്ങൾ തമ്മിൽ പൊരിഞ്ഞതല്ല്, അടിപെട്ടി കൊത്തി പുടിത്താരോ വനൈതാലിയോ മാലൈ അറുത്താരോ. ഈ 2 പെണ്ണുങ്ങൾ തമ്മിൽ അവരുടെ താലിയും മാലയും ഒക്കെ പിടിച്ചു വലിച്ചു പൊട്ടിക്കുന്ന രംഗമാണ് റളിയല്ലാഹുമായി 2 സ്വഹാബികൾ കാണുന്നത്. മറ്റൊരർത്ഥം, താലിയുമാലി അറുത്താരോ, താ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് താ, ലീ എനിക്ക് തരാനുള്ളത്, യു ഇംഗ്ലീഷിലെ യു, നീ മാലി എന്റെ മുതൽ, അറുത്താരോ അത് മുഴുവനും. അപ്പൊ എന്താ സംഭവിച്ചത്? ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് കടം വാങ്ങിപ്പോയ ഒരു പെണ്ണാണ് ഈ തടാകത്തിൽ, ഈ കുളത്തിൽ വെള്ളം എടുക്കാൻ വന്നിരിക്കുന്നത്. ആ കുളത്തുനിന്ന് വെള്ളം എടുക്കാൻ വന്ന പെണ്ണിനെ കുറെ കാലങ്ങൾക്ക് ശേഷം ഇവർ കണ്ടുമുട്ടി. അപ്പൊ എന്താണ്? കയ്യോടെ അടിയോട് പിടിച്ചോണ്ട് വലിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് തരാനുള്ള പെണ്ണ് ഇവിടെ വെച്ച് തന്നിട്ടില്ലെങ്കിൽ ഒരടി അങ്ങോട്ട് ഇങ്ങോട്ട് പോകില്ല. പെണ്ണ് സാമൂഹ്യം നോക്കാണ് ഇദ്ദേഹത്തിന്റെ മുഖത്ത് തന്നെ, ഈ പെണ്ണിന്റെ മുഖത്തൊക്കെ നോക്കാൻ എന്താ സംഭവിക്കുന്നത്? എന്നാ നോക്കുന്നത്? ഒരുപാട് കാലമായി സ്വർണം വാങ്ങി, ആ സ്വർണം ഇവിടെ വെച്ച് തരണം. ഈ പെണ്ണ് പറഞ്ഞു, ഞാന് നാളെ തരാം. നാളെ തരാം. നിനക്കെന്താ വരുമാനം? എന്താണ് വരവ്? എവിടെ നിന്നാണ് കിട്ടാനുള്ളത്? അതുകൊണ്ട് പറയും. അത് പിന്നെ പറയാതെ വിടില്ല. ഒരുപാട് കാലമായി പറഞ്ഞു പറ്റിക്കുന്ന നാളെ എന്ന് പറഞ്ഞു നമ്മൾ കേൾക്കുന്നില്ലേ? വണ്ടിയിൽ എങ്ങനെ വരും? നാളത്തെ കേരള.
ഇതുപോലെ നാളെ നാളെ എന്ന് പറഞ്ഞ് നാളെക്കും നാള് പെരുത്താനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞു പോയി. അതുകൊണ്ട് എന്റെ കാശ് എനിക്ക് തരാനുള്ള ഇന്ന് കിട്ടണം. അപ്പോഴാണ് ഈ പെണ്ണെന്താ പറയുന്നത്, കിളുനി മക്കികൾ മൂപ്പന്മാർ സാമ്യന്ന് കീർത്തി തീചാരത്തും ചെയ്തുണ്ട് വരുന്ന് ഏളും പാതരവാതിൽ എത്തും വാതിൽ വന്ന് ഏറ്റം തോഴമവർ കൊണ്ടാക്കി ഞാനന്ന് വിക്കോമേ വെള്ളിയൊക്കോമേ ഒക്കും വിശേലം തരിത്താനേ ഉടൻ തോളറുകൾ രണ്ടും റജാനേ ഹഖന്നബി മുമ്പാണും താനേ കന്നിമാരൂരാ കേട്ടതും ബിണ്ടാനേ അക്കഥൈ ചൊക്കർ നബിയും ശ്രവിത്തിട്ട് അവിടം വീടുന്ന് മോതിർന്ന് നടപ്പെട്ട് പക്കം ദഫുറാനത്താലത്തിൽ കാടന്നിട്ട് പതിഹൈമായിട്ടവർ പാർത്ത് താരിപ്പെട്ട് എന്നോമേ രാവി ഉന്നോമേ എന്താ പറയുന്നത്, നാളെ മക്കാരായ മക്കികൾ, മക്കളെ ശ്രദ്ധിക്കണേ, മക്കികൾ എന്ന് പറഞ്ഞാൽ മക്കയിലുള്ള ആളുകൾ വലിയ ഒരു കച്ചവടവും കഴിഞ്ഞ് നാളെ ഈ ബദർ വഴിക്ക് വരുന്നുണ്ട്. നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ? സംഭവം മനസ്സിലായോ? എന്താ മനസ്സിലായത്? മക്കാരായ ആളുകൾ ഒരു കച്ചവട സംഘം നാളെ ഈ ബദർ വഴിക്ക് വരുന്നുണ്ട്. ആ ബദർ വഴിക്ക് വരുന്ന ആ സംഘത്തിന് ഞാൻ ഒരുപാട് ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. ഭക്ഷണങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവരിൽ നിന്ന് എനിക്ക് പ്രതിഫലമായി വെള്ളി കിട്ടും. ആ വെള്ളി കൊണ്ട് ഞാൻ നിന്റെ കടം വെട്ടിക്കൊള്ളാം. സുബ്ഹാനല്ലാഹ്, ഇത് ആര് കേൾക്കുകയാണ്? അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ രണ്ട് പ്രവർത്തകർ കേൾക്കുകയാണ്. ആ രണ്ട് പ്രവർത്തകർ ഉടനെ തന്നെ ഓടുകയാണ്. ഇലാ ഹദറത്തി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് പോയിട്ട് പറയുന്നു, നബിയേ, അബൂ സുഫിയാനും സംഘവും ആ കച്ചവട സംഘം തിരിച്ചു പോയിട്ടില്ല. അത് നാളെ ബദർ വഴിക്ക് വരുന്ന വിവരം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. പറഞ്ഞയച്ച രണ്ടാളുകൾക്കും നല്ല സന്തോഷ വാർത്ത. ഉടനെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹ്കാൻ എന്ന് പറയുന്ന സ്ഥലത്തല്ലേ ഉള്ളത്, ആ റഹ്കാനിൽ നിന്ന് ഖൈമ അഴിക്കാൻ പറഞ്ഞു. ഉടനെ തന്നെ അബൂ സുഫിയാനെയും സംഘത്തെയും പിടിക്കാൻ ബദറിന്റെ വഴിക്ക് നീങ്ങുകയാണ്. മക്കളെ, നമ്മൾ യുദ്ധത്തിനാണോ പോകുന്നത്? അത് ഓർമ്മണ്ടല്ലേ? കച്ചവട സംഘത്തെ പിടിക്കാനല്ലേ? നിങ്ങളെ സൈക്കിൾ കട്ടുകൊണ്ടുപോയി പിടിക്കാനില്ലേ? അതാണ്. അപ്പൊ എന്താണ്, ആ ബദർ വഴിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും അങ്ങോട്ട് തിരിക്കുന്നു. എന്നാലോ അബൂ സുഫിയാൻ അങ്ങോട്ട് പോകുമ്പോ വളരെ പേടിച്ചുകൊണ്ടാ പോയത്. കാരണം എന്താണ്, മുഹമ്മദ് എന്ന് പറഞ്ഞാൽ അവരുടെ ഭാഷ ഞാൻ പറയുന്നു, സ്വലാത്ത് നമ്മൾ ചൊല്ലണം. മുഹമ്മദും അനുയായികളും നമ്മെ പിടിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ കണ്ണിൽ പെടാതെയാണ് നമ്മൾ എന്താക്കിയത്, ഷാമിലെത്തിയത്, അല്ലേ? ഷാമിൽ നിന്ന് തിരിച്ചു വരുമ്പോ എവിടെയെങ്കിലും ഈ മുഹമ്മദും അനുയായികളും പതിയിരിക്കും എന്നത് തീർച്ചയാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, നന്നായി ശ്രദ്ധിക്കണം, നന്നായി ശ്രദ്ധിക്കണം, ജാഗ്രത. നിങ്ങളുടെ ഓരോ ചലനത്തിലും സൂക്ഷ്മതയുണ്ടാവണം. എവിടെയെങ്കിലും പതിയിരിക്കുന്നുണ്ടാവും. അങ്ങനെയതാ അബൂ സുഫിയാൻ തിരിച്ചു വരുന്നവരും എങ്ങനെ ഉലയുന്ന അബൂ സുഫിയാൻ നടവഴിയെ ഭയങ്കരമായി വരും പാതയിൽ നബിയോരെയും അരികോരെയും തരമാൽ ബസിയാനതിൽ അന്വേഷിക്കും ദിശയാരിലും യുദ്ധമാ കരുതി വധിസപ്രായത്തി പരതി ചോദിത്തി വിട കണ്ടോ മദനിയൊരാരനും ഉണ്ടോ വരയ വിട ഇരുസാബുകൾ നെടിലേറി തെരിത്തിൽ വരയ വിട ഇരിപ്പോരണ്ടിലാനൂരി പാത്തവർ ചെവിട ചെവിത്തി പിറൈ പശിയിൽ ബഹുത്തുവിത്തെ വളം നിർത്തേ ചതിയാർ മുഹമ്മദിൻ തോളர்கள் കതുജായിടത്തെ അവവാചകം പലരും അബൂ സുഫിയാൻ പള്ളുരത്തെ അയിലായുള്ള ഹുബുലാനതിന് വേണ്ടി ഞാനുരത്തെ. എന്താ സംഭവിക്കുന്നത്? അബൂ സുഫിയാൻ വാദി സുഫ്ര എന്ന് പറയുന്ന സ്ഥലത്തിലൂടെ അബൂ സുഫിയാനും സംഘവും അഥവാ കച്ചവട സംഘം ഇങ്ങനെ വരിക. കച്ചവട സംഘം ഇങ്ങനെ വരുമ്പോ അബൂ സുഫിയാന്റെ നിർദ്ദേശമാണ് പുറകിലുള്ള അടികൾക്ക് കൊടുക്കുന്നത്. എന്താ കൊടുക്കുന്നത്?
നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ വേണം മുന്നോട്ട് പോകാൻ. ഓരോ അടിയും മുന്നോട്ട് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. മുഹമ്മദ് അനുയായികളും എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടാകും. അങ്ങനെ എല്ലാ അവരുടെ കൂട്ടത്തിലുള്ള മുഴുവൻ ആളുകളും ഖുറൈശികൾ എല്ലാം ജാഗരൂകരെ വളരെ ശ്രദ്ധയോടുകൂടെ അങ്ങനെ നടക്കുക. കുറേ അങ്ങോട്ട് നടന്ന് അപ്പോഴാണ് ഒരു മജ്ദി ഒരു മധ്യവയസ്കനെ കണ്ടുമുട്ടുന്നത്. അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഒന്ന് അല്ല, മുഹമ്മദും അനുയായികളും, അത് മദീനത്തുകാരായ മുഹമ്മദും അനുയായികളും ഈ ഭാഗത്ത് വന്നത് വല്ല വിവരമുണ്ടോ എന്ന് ചോദിച്ചു. മൂപ്പർക്ക് എന്ത് മുഹമ്മദ് അനുയായി മദീന, മൂപ്പരിങ്ങനെ അന്തമല്ലോ എന്തായി ചോദിക്കുന്നത്. അപ്പൊ മൂപ്പര് പറഞ്ഞു, എന്ത് ഇരിശാബുകൾ നടിലേറി ഇത്തൊരിക്കൽ വരെയ വിടാ ഇരിപ്പോറണ്ടിലാനഴല മോരെ പാർത്തവർ ചവിടാൽ. മദീനത്തുകാരാണെന്നറിയില്ല. ഇരുഷാപ്പുകൾ നെടിലേറി ഇത്തൊരിക്കൽ വരെ എവിട ഇരിപ്പോറണ്ടിലാനഴല. ഞങ്ങൾക്കറിയില്ല അവർ മദീനത്തുകാരാണോ മക്കക്കാരാണോ ഞങ്ങൾക്കറിയില്ല. രണ്ട് ചെറുപ്പക്കാർ ഒട്ടകപ്പുറത്ത് ഇതിലൂടെ സഞ്ചരിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. മക്കളെ, ആരാ രണ്ട് ചെറുപ്പക്കാര്? പേര് മറന്നുപോയോ? ബഹുമാനപ്പെട്ട അദിയ് റളിയല്ലാഹു അൻഹുമാ. അബൂ സുഫിയാൻ ചോദിച്ചു, എവിടെ, ഏത് വഴിക്കാണ് അവർ പോയത്? പറഞ്ഞു, ഇതാ ഇതിലൂടെ ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. അബൂ സുഫിയാൻ അദ്ദേഹം കാണിച്ച വഴിയിലൂടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ പോയി. കയ്യിലൊരു വടിയുണ്ട്. അത് അറബികളുടെ കയ്യിൽ കാണുന്നില്ല, ഒരു വടി. അത് കുഴപ്പമൊന്നുമില്ല, ഒരു വടി ഉണ്ടാവും. അബൂ സുഫിയാൻ ഈ വടി കൊണ്ട് ഇങ്ങനെ പോകുമ്പോഴതാ അല്പം ചാണകം കിടക്കുന്ന വഴിയിൽ. ഒട്ടകത്തിന്റെ കാഷ്ടം അത് നല്ല സാധനമൊന്നല്ല. അബൂ സുഫിയാൻ ചെയ്ത പണി എന്താണെന്ന് അറിയുമോ? ഒട്ടകത്തിന്റെ കാഷ്ടന്റെ ഭാഗത്ത് വടി കൊണ്ട് മെല്ലെ അങ്ങോട്ട് ചിക്കി, എന്നിട്ടോ ഒരല്പം കാഷ്ടം കൊണ്ട് എടുത്ത് രസാ, എന്നിട്ടോ എടുത്ത കയ്യിലാണ്ട് വെച്ച്, എന്നിട്ടാ ഇങ്ങനാണ്ടാക്കി. അറിയില്ല പരിപാടി? അതല്ല, ഇത് വേറെ, അത് വേറെ. ഇങ്ങനെ ആക്കിയിട്ട് എന്താക്കാം, ചുണ്ടിൽ വെക്കലാണ്. ഇതല്ല, ഇതെന്ത് ചെയ്യുന്നു? ഇങ്ങനെ ആക്കിയിട്ട് ഒന്നങ്ങ് മണത്തു നോക്കിയിട്ട് പറയുന്ന, അബൂ സുഫിയാൻ, അപകടം, അപകടം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരടി നിങ്ങൾ മുന്നോട്ട് പോകരുത്. ആളുകളൊക്കെ അന്തമിട്ട് അവിടെ നിന്ന്, അനുയായികള്. എന്നിട്ട് ചോദിച്ചു, എന്താ സംഭവിക്കുന്നത്? ഈ ഒട്ടകത്തിന്റെ കാഷ്ടം ഏതാണെന്ന് അറിയുമോ? ഇത് മുഹമ്മദും അനുയായികളും അവരുടെ ഒട്ടകത്തിന്റെ കാഷ്ടമാണ്. അതെങ്ങനെ മനസ്സിലായി? അത് മനസ്സിലാകാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാരണം പറയാ, ഒട്ടകം ഭക്ഷിക്കുന്നത് മദീനത്തിലുള്ള ഈത്തപ്പഴം അല്ലെങ്കിൽ ഈത്തപ്പന, അതിന് വേരോ നാരോ കുരുവോ എന്തോ ഉണ്ടോ ഇല്ലേ, അങ്ങനെയൊക്കെയുള്ള അപകടം ഏതോ ഉണ്ട്, ഷാരകളാണ്. അതിൽ ഒന്ന് മനസ്സിലാക്കിയപ്പോ ഇത് ഒട്ടകം ഭക്ഷിച്ചത് മദീനയിലുള്ള കാരക്കയാണ്, ഈത്തപ്പഴമാണ്. അഥവാ മദീനയുടെ ഒട്ടകമാണ് ഇത് കാഷ്ടിച്ചതെങ്കിൽ ആ വന്ന രണ്ട് ചെറുപ്പക്കാർ മുഹമ്മദിന്റെ അനുയായികളായിരിക്കും. അതുകൊണ്ട് കൂട്ടുകാരെ, ഒരടി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങരുത്. എല്ലാവരും ഒരൊറ്റ നൃത്തമാണ്, ഒരൊറ്റ നൃത്തം. അങ്ങോട്ട് അനങ്ങുന്നില്ല. കാരണം അനങ്ങിയാൽ അപകടമാണെന്നാണ് നേതാവ് പറഞ്ഞത്. അതിന് നേതാവിന്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് ഒരൊറ്റ നൃത്തമാണ്. എന്നിട്ട് അബൂ സുഫിയാൻ ഒരൊറ്റ തിരിച്ചൽ, പരതിയിട്ട് കാണുന്നു ലംലം എങ്ങനെ പിടിച്ചു. ലംലമിനോട് പറഞ്ഞു, ലംലം എന്ത് ചെയ്യണം? ഞാനൊരു കാര്യം തന്നെ ഏൽപ്പിക്കാം. ഈ കാര്യം പോയി നീ മക്കയിൽ പറയണം. എന്താ കാര്യം എന്നറിയുമോ? അതായത് മുഹമ്മദും അനുയായികളും കച്ചവട സംഘത്തെ പിടിച്ചു വെച്ചു നമ്മുടെ സമ്പത്തുകൾ മുഴുവനും കൊള്ളയടിച്ചിരിക്കുന്നു എന്നൊരു വിവരം നീ മക്കയിൽ പോയി പറയണം. മക്കയിൽ പോയി പറഞ്ഞാൽ ആ മക്കയിൽ നിന്ന് നമ്മളെ സഹായിക്കാൻ വേണ്ടി നമ്മുടെ നേതാക്കന്മാരും നമ്മുടെ കൂട്ടുകാരും ഈ ബദറിന്റെ ഭാഗത്തിലേക്ക് എത്തും. അതുകൊണ്ട് ഉടനെ പുറപ്പെടൂ എന്ന് പറഞ്ഞുകൊണ്ട് ലംലമിനോട് പറയാൻ, 20 മിസ്കാല സ്വർണം നിനക്ക് ഞാൻ സമ്മാനം തരാം. അങ്ങനെ സമ്മാനം വാഗ്ദാനം ചെയ്യുന്നു. മക്കള് വീടിൽ പോകാൻ പഠിച്ചു കഴിഞ്ഞാൽ ഉമ്മ എന്താ പറയാ, മുട്ടായി വാങ്ങാൻ 2 രൂപ വേഗം പോകൂലേ? പോകും. അതാണ് ലംലമിന് 20 മിസ്കാല സ്വർണം വാഗ്ദാനം ചെയ്തപ്പോ സ്വർണം കിട്ടുമെന്ന ഉദ്ദേശം നല്ല ആവേശത്തോടു കൂടെ ഒട്ടകപ്പുറത്ത് കയറാൻ ഒരുങ്ങും. അബൂ സുഫിയാൻ പറഞ്ഞിട്ടില്ല, കേരല്ല. എവിടേക്കാ പോകുന്നത്? ഞാനിങ്ങനെ മക്കയിലേക്ക് അല്ലേ, സമ്മാനം കിട്ടും അല്ലെങ്കിൽ മുട്ടായി വാങ്ങാൻ പൈസ കിട്ടും എന്ന് പറയുമ്പോഴൊക്കെ പോക്കാം. എന്താ സാധനം വാങ്ങേണ്ടത് മനസ്സിലാക്കണ്ടേ? ഇല്ലേ, വേണ്ടേ? അവിടെ പോയിട്ട് എന്താ പറയേണ്ടത്? ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ അവിടെ പോയി പറയണം. അതെങ്ങനെയാണല്ലോ മനസ്സിലാക്കിയത്. ഉദ്ദേശിച്ചത് അങ്ങനെ പോയാൽ പോരാ. പിന്നെയോ
നീ പോകുന്നത് ഒരു രണാങ്കളത്തിൽ നിന്നാണ്, നീ പോകുന്നത് ഒരു യുദ്ധമുഖത്ത് നിന്നാണ്. നിന്റെ കുപ്പായവും ഒക്കെ ഇങ്ങനെയാകാമല്ല, പിടിച്ചു പൊട്ടിക്ക്. ഒന്ന് രണ്ട് ഷർട്ടൊക്കെ ബട്ടൺസ് ഒക്കെ പിടിച്ചങ്ങോട്ട് പൊട്ടിക്കണം. താടിയും മുടിയും ഒക്കെ അലങ്കോലമായി കിടക്കട്ടെ. നിന്നെ കണ്ടാൽ അവർക്ക് തോന്നണം എന്ത്, ഒരു ഭീകരാന്തരീക്ഷം ഉണ്ടാവണം. അവർക്ക് തോന്നണം നീ എങ്ങനെയോ യുദ്ധക്കളത്തിൽ ഓടി വരികയാണ് തോന്നണം. അങ്ങനെ തോന്നിയാലേ അവരിങ്ങോട്ട് വരൂ. ആയിക്കോട്ടെ നേതാവേ, ഞാൻ പോകുന്നു. ലംബം അതാ പുറപ്പെടുന്നു. നടക്കുന്നേ ഉമ്മുൽ ഖുറാവിൽ ആണയും മോണ്ട് ദീനം മുന്നേ തെളിവരുന്നേ ഉമ്മത്തായെ ആതിക ഉമ്മത്താൻ പേരിത്തോയിൽ തന്നിൽ കണ്ടാളേക മാനാമത്താൻ പദമാൻ ഹൈറാന കീനാവ് കണ്ടങ്കുണർന്നാളേ പകലിൽ ബാസെ വരുത്തി ചേതി മോളിന്താളേ കുളമക്കനിയെ ഈ ഊരിലുള്ള തലവർക്ക് പുല്ലിൽ വലിയെ ബലാൽ വരുന്നുണ്ട് ലാശക്കെ ശക്കില്ല കണ്ടൻ ഒരു കനവ് മതല്ലൈനി ശാപണ്ടോരോട്ടകം ഏറി നിണ്ട് തിക്കത്തിൽ നീല പടങ്കം നീട്ടി തൻ ഹസ്തത്താൽ സിദ്ധത്ത് സ്വൈഹത്താൽ ഫലനാദിയൻ വേഗത്താൽ. മക്കളെ എന്റെ കൂടല്ലേ ലംലബിനെ പറഞ്ഞേക്കുന്നത് മക്കയിലേക്ക്. ആരാ പറഞ്ഞേക്കുന്നത്? അല്ലാഹു നല്ല മക്കൾ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബൂ സുഫിയാനാ പറഞ്ഞയക്കുന്നത്. അബൂ സുഫിയാൻ പറഞ്ഞയച്ചത് എന്ത് പറഞ്ഞിട്ടാ? മുഹമ്മദും അനുയായികളും നമ്മളെ സമ്പത്ത് കൊള്ളയടിച്ചു എന്ന വാർത്ത പറയണം. അങ്ങനെ അവിടെ സംഭവിച്ചിട്ടുണ്ടോ? ഹാൽ അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയാം, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ എന്ത് ചെയ്തു? ഈ ലംലം അങ്ങോട്ട് കുതിക്കുന്നത് 20 മിസ്കാൽ സ്വർണം കിട്ടും. അബൂ സുഫിയാൻ എന്താണ് പറഞ്ഞത്? അത് അങ്ങനെ തന്നെ പോയി അവിടെ പറഞ്ഞാൽ മതി, വേറൊന്നും പറയണ്ട. ലംലം അങ്ങോട്ട് കുതിക്കട്ടെ, നമുക്ക് മക്കയിലേക്ക് ഒന്ന് വരാം കുറച്ച് സമയം. അവിടെ അതെല്ലാവരും രാത്രി കിടന്നിറങ്ങുകയാണ്. കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങളുടെ ബീവി ആതിക ബീവി റളിയല്ലാഹു അൻഹയും കിടന്നിറങ്ങുക. എല്ലാവരും കിടന്നിറങ്ങുന്നുണ്ട്. കിടന്നിറങ്ങുന്ന കൂട്ടത്തിൽ ആതിക ബീവി റളിയല്ലാഹു അൻഹ കാണുന്ന ഒരു സ്വപ്നം. നമ്മളൊക്കെ സ്വപ്നം കാണാറില്ലേ? നല്ലതും കാണാറുണ്ട്, പേടിപ്പിക്കുന്നതും കാണാറുണ്ട്, ഒക്കെ കാണാറുണ്ട്. ആതിക ബീവി കാണുന്ന സ്വപ്നം എന്താ? ഒരു ചെറുപ്പക്കാരൻ കുതിരപ്പുറത്ത് അല്ലെങ്കിൽ ഒട്ടകപ്പുറത്ത് ഇങ്ങനെ വരിക, കുതിച്ചിങ്ങനെ വരുന്നു. അദ്ദേഹം നേരെ കാബ ശരീഫിന്റെ സമീപത്തിലേക്ക് വരുന്നു. കാബ ശരീഫിന്റെ സമീപത്ത് നിന്ന് പിന്നെ അങ്ങോട്ട് ഓടുന്നു, ഇങ്ങോട്ട് ഓടുന്നു. അങ്ങനെ നേരെ ജബൽ ഖുബൈസ് പർവ്വതത്തിന്റെ സമീപത്തിലേക്ക് ഓടി. അവിടെ ഓടിയിട്ട് ഒരു കല്ല് തന്റെ കാല് കൊണ്ട് തട്ടി അങ്ങോട്ട് തെറിപ്പിച്ചു. നോക്കണം മക്കളെ, ആ കല്ലത നേരെ വന്ന് വീഴുന്നു. കല്ല് കഷ്ണങ്ങളായി ഓരോ ഖുറൈശികളുടെ വീടിന്റെ മേലെ പതിയുന്നു. ആ ഖുറൈശികളുടെ വീടിന്റെ മേലെ പതിയലോടുകൂടെ ഖുറൈശികളുടെ വീടുകളെല്ലാം തകർന്ന് തരിപ്പണമാകുന്നു. ഇത് ആര് കണ്ട സ്വപ്നമാണ്? ബീവി ആതിക റളിയല്ലാഹു അൻഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അമ്മായി കാണുന്ന സ്വപ്ന. ഈ സ്വപ്നം ആതിക ബീവി കണ്ട് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് തന്റെ സഹോദരൻ അബ്ബാസിനെ വിളിച്ചു പറഞ്ഞു, അബ്ബാസിനെ ഞാനിന്നൊരു സ്വപ്നം കണ്ടു, വല്ലാതെ പേടിയാകുന്നു. ഖുറൈശികൾക്ക് എന്തോ ഒരു ആപത്ത് വരാനുണ്ട്. ഒരു 3 ദിവസം കൊണ്ട് അത് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്താ സംഭവിക്കുന്നത്? എന്താ നീ കണ്ട സ്വപ്നം? പറഞ്ഞു. ഒരാൾ ഇങ്ങനെ വന്ന് ഒരു പാറക്കല്ല് ഉരുട്ടിയിട്ട് പാറക്കല്ലുകൾ കഷ്ണങ്ങളായി ഖുറൈശികളുടെ വീടിന്റെ മേലെ പതിച്ച് ഖുറൈശിയുടെ വീടെല്ലാം തകർന്ന് തരിപ്പണമായ ഒരു സ്വപ്നമാണ് ഞാൻ ഈ കണ്ടത്. ഉടനെ തന്നെ പറഞ്ഞു അബ്ബാസ്. എന്താ പറഞ്ഞ അബ്ബാസ് റളിയല്ലാഹു അൻഹു? ബീവി ആതികാണ് പറയാ, പെങ്ങളെ, ഈ സ്വപ്നം എന്നോട് പറഞ്ഞത് പറഞ്ഞു, വേറൊരു മനുഷ്യനോട് നീ സ്വപ്നം പറയരുത് കേട്ടോ. കവി പറഞ്ഞില്ല, ഞാൻ ആരോടും പറയില്ല. ഞാൻ ആരോടും പറയുന്നില്ല, പറയരുത്, അതിന്റെ അപകടം ഉണ്ട് എന്ന് പറഞ്ഞു.
അത് പറഞ്ഞ് ആത്തിക ബീവി പറയില്ല എന്ന് സമ്മതിച്ചു. അത് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു നേരെ അങ്ങോട്ട് പോകുമ്പോഴതാ തന്റെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരൻ ഇങ്ങനെ നടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് വലീദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ. വലീദിനോട് പറഞ്ഞു, വലീദേ എവിടുന്നാ വരുന്നത്? ഞാനിങ്ങനെ അങ്ങാട്ടിലൊക്കെ പോയതാ, എന്തൊക്കെ വിശേഷങ്ങളൊക്കെ? വിശേഷങ്ങളൊക്കെ നല്ല വിശേഷങ്ങൾ. വീട്ടിലൊക്കെ അത്യാവശ്യം കുഴപ്പമില്ല. ഭാര്യയുടെ സ്വഭാവമൊക്കെ അൽഹംദുലില്ലാഹ് ഒരു പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കേട്ടോ, കുഴപ്പമില്ല, അങ്ങനെ പോകുന്നുണ്ട്. പിന്നെ വേറെന്താ വിശേഷം? വേറെ വിശേഷമില്ല. ഭാര്യന്റെ ഇന്നലെ വരെ അടിയെ കിട്ടിയിട്ടുള്ളൂ, അതിന് തലേദിവസം കണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട്, മെച്ചം, കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ വിശേഷങ്ങളൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ പെങ്ങള് ആദ്യം ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. കണ്ടിട്ടുണ്ട്. ഖുറൈശികൾക്ക് ഒരു 3 ദിവസം കൊണ്ട് എന്തോ ഒരു ആപത്ത് ഇവിടെ വരും എന്നത് ഉറപ്പാ. ഞാൻ അങ്ങനെയാ കണ്ടത്. അതുകൊണ്ട് വലീദേ, നീ ആരോടും പറയരുതിട്ടോ. ഞാൻ എന്തിനാ ഇതൊക്കെ പറയുന്നത്? അങ്ങനെ പറഞ്ഞു, ഇതും പറഞ്ഞുണ്ടാക്കി വലീദ് അങ്ങ് പോയി. വലീദ് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ചിന്തിക്കാൻ, അല്ലപ്പോ എന്താ അബ്ബാസ് പറഞ്ഞത്? ഖുറൈശികൾക്ക് എന്തോ ഒരു ആപത്ത് വരുന്നുണ്ട്. ഞാൻ ആരാ? ഞാൻ ഖുറൈശി. എന്റെ ഉപ്പാര ഖുറൈശി, മൂത്താപ്പ, എളാപ്പ എല്ലാരും ഖുറൈശികൾ. അപ്പൊ ഞങ്ങൾക്ക് വരും എന്നല്ലേ ആ പറഞ്ഞതിന്റെ അർത്ഥം? ഉടനെ തന്നെ നേരെ ചെന്നു. ചില മനുഷ്യന്മാരുണ്ട് സ്വകാര്യം പറഞ്ഞിട്ട് ആരോടും പറയരുത് എന്ന് പറഞ്ഞാല് ഒരു 4 ആളോട് പറഞ്ഞിട്ടില്ല ചങ്ങായി ഉറക്കന്നെ റെഡി ആവൂല. അങ്ങനത്തെ ആ കൂട്ടത്തിൽപ്പെട്ടവരാണ് വലീദിന്റെ പണി എന്താ മോയിൻകുട്ടി വൈദ്യര് പറയുന്നത്. അറിവത് കിട്ടി പിരിന്തവൻ അപുഴത്തുബത്തോടറിയിച്ചു അവൻ ഉയരത്തിൽ ഊരത്താനേ ഹുവലഹുസിനകൻ പെരുറബിയത്തിൽ തീരിത്താനേ പെരിപകമെത്തോനാവൻ ചെണ്ട് അബുജകളോടിക്കാതാവിണ്ട് പെരികയവൻ താഴുന്താനേ ഖുറൈശികളനതിൽ പരസ്യമായി ടാരെന്താനേ കുറയ മുഹമ്മദ് നബിയുടെ സുരുതികളൊന്നും സേബാലി കുഫലമ വിട്ട് കടത്തിയേ അത് മുതലകലോ ചിലകളിനിപ്പൽ തുടർത്തിയേ. വലീദ് എന്നിട്ട് എന്താ ചെയ്തെന്നറിയോ? നേരെ വീട്ടിലേക്ക് പോയിട്ട് ഒറ്റ വിളി, ഉപ്പ. അങ്ങനെ ചില മക്കളുണ്ട്, ഉപ്പാനെ ഒന്നും സുബ്ഹാനല്ലാഹ് പറയാതിരിക്കണം, നേരെ പോകും. ഉപ്പാനെ അങ്ങനെയൊന്നല്ല, അതിനൊരു ഇതൊക്കെ ഉണ്ട്, ആദരവുണ്ട്. അതായത് നമ്മള് ചെറുപ്പത്തിൽ നമ്മൾ പറയാറുണ്ട്, ഈ തൊട്ടില് ആട്ടി ഉറക്കുന്നത് മുതലുണ്ട് അതിനൊരു ചെറിയൊരു ബന്ധം. നമ്മളെ പണ്ടത്തെ തൊട്ടിലൊക്കെ എങ്ങനെയാണെന്നല്ലോ, തുണിയിൽ ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ആട്ടി ഇങ്ങനെ ഉറക്കുക. അപ്പൊ അതിനനുസരിച്ച് ഒരു ദിക്ർ നമുക്കറിയാം അല്ലെ. ചൊല്ലി എസ്ബി റബ്ബി ജല്ലല്ലാഹ് ചൊല്ലി മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂമോനെ കുഞ്ഞുറങ്ങേണം. അത്രേ അറിയൂ. ഇതുപോലെ ഉമ്മ എന്താക്കും, താരാട്ട് പാടി ഇങ്ങനെ ആടുമ്പോ കുട്ടിക്ക് നല്ലൊരു ആവേശമാണ്. വളരെ അതവോടുകൂടിയാണ് ആ കുട്ടി വളരുക. അതാണ് പാട്ട്. പക്ഷെ ഇന്നത്തെ തൊട്ടിലൊക്കെ മാറി. ഇന്നിപ്പോ സ്പ്രിങ്ങും പോയി തോന്നുന്നു. 2 സ്പ്രിങ് കൊളുത്തി അതിൽ കൊളുത്തിട്ട് കുട്ടീനെ ഒരാണ്ട് കൂലിക്ക കുഞ്ഞൻ ഇങ്ങനെ കളിക്കും. ഉമ്മാന്റെ എല്ലാ പണി തീർന്നു വരും, കുലിങ്ങൽ എന്നെ പരിപാടി. എന്നാൽ ഈ കുലുക്കം ബാപ്പ വിളിച്ചാലും ഉമ്മ വിളിച്ചാലും ഒക്കെ ഉമ്മാന്റെ മുമ്പിൽ ഉപ്പാന്റെ മുമ്പിൽ വന്നിട്ട് ഈ കുട്ടി ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്. കാരണം ചെറുപ്പം മുതൽ കിട്ടിയതാണ്. എന്നാൽ ചില മക്കളുണ്ട്, ചില മക്കളെ കുലിക്കാനും ഉറങ്ങൂല, ആട്ടിയാലും ഉറങ്ങൂല, പിന്നെ ഉരുട്ടണം. ഇപ്പോഴത്തെ കാലഘട്ടം അങ്ങനെ പോയി. അപ്പൊ നമ്മൾ എന്താ ചെയ്യാ? ഉരുട്ടാൻ വേറെ ദിക്റിനെ കണ്ടുപിടിക്കുക. അതൊന്നും വേണ്ട, ഉരുട്ടാൻ വേറെ ദിക്റുണ്ട്. ഏതാ? ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാഫി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അപ്പൊ കുട്ടി പറയിക്കോളും. ഉരുട്ടാനൊക്കെ ഉണ്ട്. ഇതിങ്ങനെ കുലുക്കുമ്പോ ചക്കപ്പക്ക റയില് എന്ന് പറഞ്ഞ കുട്ടി എന്താക്കാണ്? കുലുങ്ങിയാണ്. ഏതും ആവട്ടെ, അങ്ങനെ വളരെ മഹത്വത്തോടു കൂടെ വിളിയൊക്കെ പോയി. അള്ളാഹു നമ്മളെ മക്കളെയൊക്കെ അതവുള്ള മക്കളാക്കി തരട്ടെ. അങ്ങനെ നേരെ വിളിച്ചു, ഉപ്പാ. ഉപ്പ എണീച്ചു വന്നേ. എന്താ? ഉപ്പ കണ്ണൊക്കെ നുള്ളി പൊളിച്ചു നോക്കുമ്പോ ആരാ? സ്വന്തം മോൻ വലീദ് ഇങ്ങനെ വിളിക്കാണ് മുമ്പിൽ എന്നിട്ട്. എന്താടാ? ഉപ്പാരാ? ഞാൻ ആരാ? ഞാൻ ഉപ്പ. അതെന്നെ ആരാ? ഉപ്പടോ? അല്ല, നിങ്ങളെ തറവാട് ഖുറൈശി അല്ലേ?
നിങ്ങളെ മൂത്താപ്പ ഖുറൈശിയല്ലേ? ഞാനും ഖുറൈശിയല്ലേ? ആണ്. എന്നാൽ ഖുറൈശികൾക്ക് 3 ദിവസം കൊണ്ട് ഇവിടെ ആപത്ത് സംഭവിക്കുമെന്ന ഒരു സ്വപ്നം എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. അത് ഞാനാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് നിങ്ങൾ ആരോടും പറയരുത്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഉപ്പ എന്താക്കി? ഉപ്പ ചെയ്തെന്താണ്? സുബ്ഹാനല്ലാഹ്. ഉപ്പ നേരെ ഉപ്പാരാ ഋതുപത്ത് പോയിട്ടുണ്ടാക്കി നേരെ ഉയൈനത്ത് എന്ന് പറഞ്ഞ വേറൊരുത്തനുണ്ട്, വലിയ ഓനോട് പറഞ്ഞു. ഉയൈനത്ത് പോയിട്ടോ തന്റെ സ്നേഹിതനുണ്ട് റബീയത്ത് എന്ന് പറഞ്ഞിട്ട് വേറൊരുത്തൻ, ഓനോട് പറഞ്ഞു. ഈ സ്വപ്നം പോലെ പോക്ക് നോക്കുമ്പോൾ സ്വപ്നം അങ്ങനെ പോവുകയാണ്. റബീയത്ത് നേരെ പോയിട്ടുണ്ടാക്കി ആരോടെ പറഞ്ഞെന്നറിയോ? ഇവൻക്കറിയാം ഇത് ലോക്കൽ ആളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവൻ നേരെ എങ്ങോട്ടാ പോയത്? തെറിപകമെത്തോനാവൻ ചെണ്ട് അബുജഹലോടി കാതാബിണ്ട് തെരികയവൻ താൻ എളുന്താനേ ഖുറൈശികൾ അന്നതിൽ പരസ്യമായി തറിന്താനേ. റബീയത്ത് നേരെ പോയിട്ട് അബൂജഹൽ പറഞ്ഞു. പിന്നെ എന്താന്ന് വെച്ചാൽ ഒരു സ്വപ്നം, ആ സ്വപ്നം ഞാനാണ് നിങ്ങളോട് പറഞ്ഞത് എന്ന് നിങ്ങൾ ആരോടും പറയരുത്. എന്താണ് സ്വപ്നം? ഖുറൈശികൾക്ക് ഒരു 3 ദിവസം കൊണ്ട് ഇവിടെ ആപത്ത് വരും എന്ന് എന്നോട് ഒരുത്തം പറഞ്ഞു, ഓനോട് വേറൊരുത്തം, അങ്ങനെ അങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ്. അബൂജഹൽ എന്താ ചെയ്തെന്നറിയോ? കാക്കയുടെ കയ്യിൽ മണി കെട്ടിയതുപോലെ കേട്ടിട്ടില്ലേ? അങ്ങോട്ട് ഫുള്ളാണ്ട് പാട്ടാക്കി. ആത്തിക ബീവി രഹസ്യമാക്കി വെച്ച സ്വപ്നം അറിയാത്തതായി ഇപ്പൊ ഖുറൈശികളുടെ കൂട്ടത്തിൽ മക്കയിൽ ആരുമില്ല. എല്ലാവർക്കും അറിയാം അങ്ങനെ സംഭവം. സുബ്ഹാനല്ലാഹ്. ഇതിങ്ങനെ കേട്ടു. അബ്ബാസ് റളിയല്ലാഹു അൻഹു പിറ്റേന്നതാ കഅബ ശരീഫിന്റെ സമീപത്തിൽ വരുന്നു. കഅബ തവാഫ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അബൂജഹൽ ഇങ്ങനെ നോക്കാണ്, ഒരൊറ്റ ചിരി. അബൂജഹലിന്റെ ചിരിയാണത്, പ്രത്യേകമായ ചിരി. അബ്ബാസ് റളിയല്ലാഹു അൻഹു നോക്കി, എത്തപ്പോ പറയൻ ഇങ്ങനെ. അബൂജഹൽ ഈ കഅബ തവാഫ് ചെയ്ത് തിരിച്ചു പോകുമ്പോൾ എന്നെ ഒന്ന് കാണണം ട്ടോ. ആയിക്കോട്ടെ. അബ്ബാസ് റളിയല്ലാഹു അൻഹു കഅബ തവാഫ് ചെയ്ത് തിരിച്ചു വരുമ്പോൾ നേരെ അബൂജഹലിന്റെ മുന്നിൽ അബൂജഹൽ ചോദിക്കുക, അല്ല നിന്റെ പെങ്ങളല്ലേ ആത്തിക്ക? ആ എന്റെ പെങ്ങളാണ് ആത്തിക്ക. നിന്റെ പെങ്ങൾ ഇങ്ങനെ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ടല്ലോ? ആ കണ്ടിട്ടുണ്ടല്ലോ. ആ കണ്ടത് ഞങ്ങൾക്ക് ഒരു ആപത്ത് വരുമെന്നാണല്ലോ? ആണല്ലോ. നീ എന്താണ് ഇങ്ങനെ പെങ്ങളിങ്ങനെ സ്വപ്നം കാണുന്നത്? ഇതെന്തപ്പോ ഞാൻ എഴുതി കൊടുത്തിട്ട് കണ്ടതാ? അവരിങ്ങനെ കാണുകയല്ലേ? സ്വപ്നം എന്ന് പറഞ്ഞാൽ ഇന്നലെ കാണാമെന്ന് ഞാൻ എഴുതി കൊടുത്തിട്ടുണ്ടോ? അതില്ല, അവരിങ്ങനെ കാണുകയാണ്. അതുകൊണ്ട് ഞങ്ങൾക്കെതിരെയാണ് ആത്തിക്ക കണ്ട സ്വപ്നം. ഒരു നബി വന്ന് ഞങ്ങളെ ഉണ്ടാക്കി അവസാനം ഇവിടുന്ന് പറഞ്ഞയച്ച് മക്കയിലെ മദീനയിലായിട്ട് ഉള്ളത്. ഇപ്പൊ ഇവിടെ വന്നുകൊണ്ട് നബിച്ചുകൂടെ വരിക അനുവദിക്കില്ല, ഞങ്ങൾ വിടില്ല. ഞങ്ങൾ ഇവരിങ്ങനെ കരിയറ് സ്വന്തം ഇങ്ങനെ പറയാം. അബ്ബാസ് റളിയല്ലാഹു അൻഹു പിന്നീട് സ്വീപ്പാക്കുന്നത് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ പെങ്ങൾ ആത്തിക ബീവിയാണ്. ആ കുടുംബത്തെ മൊത്തം പരിഹസിച്ചു, കുറെ പരിഹസിച്ച ബഹുമാനപ്പെട്ട നേരെ വീട്ടിലേക്ക് വരിക. വീട്ടിലേക്ക് വരുമ്പോഴതാ നിൽക്കുന്നു ആത്തിക ബീവി റളിയല്ലാഹു അൻഹാ. സുബ്ഹാനല്ലാഹ്. നിൽപ്പ് കണ്ടാൽ അറിയാ അവിടെ എന്താ സംഭവിച്ചത്. അത് മോയിക്കുട്ടി പേജിൽ തന്നെ പറയുന്നു. ഉമതിലെങ്ങളെ കുറവ് കൊണ്ട അബൂജഹൽ ശംബിയവാസം ഒക്കെ ചെവിയിൽ ധരിത്ത് മനത് പൊരുത്തമിടുവത് മോശം നമയതിൻ പകരമെ മൊളിന്തിടറജയിടുന്ന വിശേഷം തക്ക കുറവ് പലർക്കും ഒളിവതിൽ മിക്ക സബബിന് ശേഷം അമുദമിൻ കയൽകളിൽ അമർന്ന മിനുകമശങ്കയിനാലെ അറ്റമൊരു വക കുറ്റമണുവിതറുത്ത നിലയൊരു പോലെ. നിർപ്പ് കണ്ടപ്പോ തോന്നി ഇതെന്തോ മൂപ്പത്തിയാരെന്തോ കേട്ടിട്ടുണ്ട്, അവിടെ നടന്നതെന്തോ കേട്ടിട്ടുണ്ട്. നേരെ വീട്ടിലേക്ക് വരും. ആത്തിക ബീവി ചോദിക്കുന്നു, അല്ല അബ്ബാസ്, നിങ്ങളെയും എന്നെയും നമ്മുടെ കുടുംബത്തെ മൊത്തവും നബി തങ്ങളെ അടക്കം പരിഹസിച്ചിട്ട് ഒരക്ഷരം നിങ്ങൾ ഉരിയാടാതെ ഒന്നും മറുപടി പറയാതെ ആ അബൂജഹലിന്റെ മുന്നിൽ നിന്ന് മുഴുവനും കേട്ടുകൊണ്ട് തിരിച്ചുകൊണ്ട് വരികയാണോ? നിങ്ങൾ ആണുങ്ങൾക്ക് കഴിയില്ലെങ്കിൽ പെണ്ണുങ്ങളായ ഞങ്ങളോട് പറ, ഞങ്ങൾ പോയിട്ട് അവരോട് പകരം ചോദിക്കും. അവൻ ആരാണ് ഞങ്ങളെ ഭീഷണിപ്പെടുത്താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കുകയാണ്. ആത്തിക ബീവി റളിയല്ലാഹു അൻഹ സഹിക്കുന്നില്ല.
അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇതിങ്ങനെ കേട്ടപ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാം, പഹയൻ ഇങ്ങനെ പറഞ്ഞപ്പോ സംഗതി മറുപടി ഞാൻ പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു അല്പം ധീരത നമ്മളെ പെണ്ണുങ്ങൾക്ക് ഉണ്ടാകണം. ധീരത നല്ലതാണ്, പക്ഷേ നല്ല നിലയ്ക്ക് ഉപയോഗിക്കാവൂ. ഞാൻ ഒറ്റ സംഭവം പറയട്ടെ, പെട്ടെന്ന് നിർത്തും ഇൻഷാ അല്ലാഹ്. എനിക്കൊരു ടൈമുണ്ട്, ആ ടൈമിൽ ഞാൻ അവസാനിപ്പിക്കും. ഹന്തക്ക് യുദ്ധം. ഈ ഹന്തക്ക് യുദ്ധത്തിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികളുടെ പെൺമക്കളെയും കുട്ടികളെയും ഭാര്യമാരെയും ഒക്കെ റസൂലുള്ളാഹി തങ്ങൾ ഒരു കോട്ടയിൽ വിട്ടു. അവിടെ കാവലിനെ ഒരു പെണ്ണിനെ നിർത്തി, ബഹുമാനപ്പെട്ട ബീബി സഫിയ റളിയല്ലാഹു അൻഹാ. കാവൽ നിർത്തിയ ഒരു പെണ്ണ സഫിയ ബീവി. സഫിയ ബീവി റളിയല്ലാഹു അൻഹ എന്താക്കാണ്, നല്ല ഉഷാറായിട്ട് കോട്ടക്ക് ഇങ്ങനെ കാവൽ നിൽക്കുന്നു. രാത്രിയായ സമയത്ത് ആ ജൂതന്മാരുടെ ഭാഗത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ ഇങ്ങനെ വരിക. എന്നിട്ട് നേരെ നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ പെൺമക്കളും കുട്ടികളും നിൽക്കുന്ന കോട്ടയുടെ ഭാഗത്ത് നിന്നിട്ട് ഇദ്ദേഹം ഇങ്ങനെ നോക്കുകയാണ്, കോട്ടയുടെ ഉള്ളിൽ ഇങ്ങനെ വീക്ഷിക്കുകയാണ്. ഇത് കണ്ടു ഒരു രണ്ട് കണ്ണ്. അതാണ് ബീബി സഫിയ റളിയല്ലാഹു അൻഹ. സഫിയ റളിയല്ലാഹു അൻഹ കണ്ടത് എന്താക്കിയിട്ടില്ല, മറ്റുള്ള പെണ്ണുങ്ങൾ അറിയിച്ചില്ല. ഏതുപോലെ നമ്മളൊക്കെ ബസ്സിൽ കയറുമ്പോൾ സീറ്റ് എല്ലാവരും കൊണ്ട് നമുക്കും കിട്ടി. അങ്ങനെ നമ്മളിങ്ങനെ സീറ്റ് അന്തസ്സിൽ ഇരിക്കുന്ന സമയത്താണ് ഒരു പ്രായമുള്ള ഒരു മനുഷ്യൻ കയറി വരുന്നത്. അദ്ദേഹം നമ്മളെ ഭാഗത്ത് തന്നെ എന്താക്കി, ആ ഇരിക്കുന്ന ഭാഗം നമ്മളെ ഭാഗത്ത് ഇങ്ങോട്ട് ചാരിയ നമ്മളൊന്ന് കാണും. പിന്നെ നമ്മളെന്താക്കാ പുറകോട്ടേ അപ്പുറേ നോക്കുള്ളൂ. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കും, ഞാൻ അയാളെ കണ്ടത് അയാൾ കാണണ്ട എന്നുള്ള നിലക്ക്. ബഹുമാനപ്പെട്ട ബീബി സഫിയ റളിയല്ലാഹു അൻഹ എന്ത് ചെയ്തെന്നറിയോ? മറ്റു പെണ്ണുങ്ങളൊന്നും അറിയിച്ചില്ല. സഫിയ ബീബി റളിയല്ലാഹു അൻഹ മെല്ലെ ഒരു വാതിലിന്റെ, ആ കോട്ടയുടെ ഒരു വാതിലിന്റെ എല്ലാം അങ്ങോട്ട് നീക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി. കയ്യിൽ കാണാം വലിയൊരു, ചരിത്രത്തിൽ കാണാം വലിയൊരു വടി ബാക്കിൽ ഇങ്ങനെ പിടിച്ചിട്ട് മൂപ്പത്തിയാരിങ്ങനെ വരിക. മൂപ്പത്തിയാരിങ്ങനെ വന്ന് മെല്ലെ പതുങ്ങി ഇവന്റെ ബാക്കിലെത്തി. ഇവൻ ഒരേ നോട്ടം. സഫിയ ബീബി റളിയല്ലാഹു അൻഹ ഒരടി അങ്ങോട്ട് കൊടുത്തു. അടി അങ്ങോട്ട് കൊടുത്തപ്പോഴാണ് ഇവൻ നായി കേറിയിട്ടല്ലേ എന്ന് പറഞ്ഞ് തിരിഞ്ഞു നോക്കിയത്. അനങ്ങാൻ വിട്ടില്ല. സഫിയ ബീബി റളിയല്ലാഹു അൻഹ തന്റെ ഇടത് കൈ കൊണ്ട് മുടി ചുരുട്ടിക്കൊണ്ട് പിടിച്ചു. എന്നിട്ടോ വാലെടുത്ത് രക്തമുറ്റുന്ന ശിരസ് അതിങ്ങനെ എടുത്തുകൊണ്ടോ ഇങ്ങനെ കറക്കിയൊരു ഏറ് വെച്ച് കൊടുത്തു ബനൂ ഖുറൈള ജൂതന്മാരുടെ ആ കോട്ടയുടെ മുകളിലേക്ക്. ബനൂ ഖുറൈള ഗോത്രക്കാരെ, ആ കോട്ടയിലുള്ള ആളുകള് നോക്കാണ്. എന്താ പറഞ്ഞത്? അങ്ങനെ ഒരു രഹസ്യക്കാരെ നമ്മളൊരാളെ വിട്ടിട്ടുണ്ട്, രഹസ്യക്കാരി വരട്ടെ എന്നുള്ള അന്തസ്സിൽ ഇങ്ങനെ എടുക്കുക. അപ്പന്റെ ഒരു സാധനം ഉരുണ്ട് ഇങ്ങനെ വരുന്നു. അപ്പഴത്തേക്കും ചോദിച്ചോട്ടാ, നമ്മളൊരാളെ വിട്ടില്ലേ അവിടെ? ഔട്ടല്ലോ. എന്തിനാ വിട്ട്? രഹസ്യം അറിയാൻ വിട്ട് അല്ലേ? അതല്ലേ ഇത്. സുബ്ഹാനല്ലാഹ്. അപ്പോഴാ ജൂതന്മാർ പറയുന്നത്, ഇന്ന മുഹമ്മദൻ ലം യത്റുകിൻ നിസ്സാഅ വല്ലതു ഖാല ബിൽഅഹ്മാ. മുഹമ്മദ് സ്ത്രീകൾക്കും കുട്ടികൾക്കും കാവൽക്കാരെ നിർത്തിയിട്ടല്ലാതെ എങ്ങോട്ടും പോയിട്ടില്ലട്ടോ. എപ്പോഴായി ബോധം വരുന്നത് എന്നറിയോ? ഉടലോടുകൂടെ നടന്നുപോയവന്റെ ഓൺലി തല അന്തരീക്ഷത്തിൽ ഒരു ഇട്ടം വന്നപ്പോ ഖുറൈശികളെന്താ, ഇവിടെ ജൂതന്മാരെന്താക്കാണ്, പൊട്ടിത്തെറിച്ചു പോയി. ഇതുപോലെ ഒരൽപ്പം ധീരത കാണിച്ചു. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അടങ്ങ്, ഞാൻ നാളെയും പോകുന്നുണ്ട് അവിടെ. നാളെ എങ്ങാനും ഒരു അക്ഷരം എന്നോട് പറഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് ഞാൻ അവരെ തകർക്കും എന്ന് പറഞ്ഞ് പിറ്റേന്നതാ ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു കാബ തവാഫ് ചെയ്യാൻ പോകുന്ന സമയത്തുണ്ട് നമ്മളെ ബാഹിയാൻ അവിടെ തന്നെ. ഇവൻ അവിടെ കുറ്റിയടിച്ചു വെക്കുകയാണേ കാബ ശരീഫിന്റെ സമയത്ത്. ഇവനക്ക് ഇതിന്റെ പണി, ദിവസം ഇതിന്റെ പണി ഇങ്ങനെ പരിഹസിക്കുക. കുറ്റിയടിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. ഇവൻ പറഞ്ഞു, അബ്ബാസ് റളിയല്ലാഹു കണ്ടുകൊണ്ട് പറഞ്ഞു, കൂട്ടുകാരെ, നമുക്ക് ആ ആത്തിക ബീവിയുടെ സ്വപ്നത്തിന്റെ കഥ ഒരു തോൽവിൽ എഴുതി ഈ കാബ ശരീഫിന്റെ സമീപത്ത് തൂക്കണം. അങ്ങനെ തൂക്കിയാൽ എല്ലാവരും വായിക്കട്ടെ, എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞു പരിഹസിച്ചു. പരിഹസിക്കുന്ന സമയത്ത് അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹിച്ചില്ല. ബഹുമാനപ്പെട്ട അബ്ബാസ് റളിയല്ലാഹു അൻഹു തന്റെ കയ്യിലുള്ള പടവാൾ വലിച്ചു. എന്നിട്ടോ എടുത്തൊരു ചാട്ടം ആരുടെ മുന്നിലേക്ക്? സാക്ഷാൽ അബൂജഹലിന്റെ മുന്നിലേക്ക്. പക്ഷെ അബൂജഹൽ ആരാ നിങ്ങൾ മനസ്സിലാക്കിയത്? ഓടോ, അബൂജഹൽ ആരാ? ചരിത്രത്തിൽ കാണാം. ഈ അബൂജഹൽ ഒരു ഒട്ടകത്താരത്തിട്ട് അതിന്റെ തോലിങ്ങനെ വിരിച്ചിട്ട് അബൂജഹലിന് ഒത്ത സെന്ററിൽ അവിടെ നിന്ന്. എന്താ മക്കളെ വിരിച്ചത്? ഒട്ടകത്തിന്റെ തോലോ ന്യൂസ് പേപ്പറോ? ഒട്ടകത്തിന്റെ തോല് വളരെ കട്ടിയായിരിക്കും. ആ ഒട്ടകത്തിന്റെ തോലിൽ ഇവൻ നിൽപ്പുറപ്പിച്ചു. കൂട്ടുകാരോട് പറഞ്ഞു, ഉത്തുബത്ത്, ഉമയ്യത്ത്, അങ്ങനെ എല്ലാ ആ കൂട്ടുകാരെയും വിളിച്ചു ചുറ്റുഭാഗം നിർത്തി. വലിച്ചോളൂ,
1 2 3 ഈ സമയത്ത് നിങ്ങൾ ഒരുപോലെ വലിക്കണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും പിടിച്ചു. അങ്ങനെ ഇവനെ എണ്ണി 1 2 3 ഒറ്റ വലി വലിച്ചാ നമ്മളാണ് എന്ത് പോകും മേലോട്ട് ഇല്ലേ? എന്നാ അവിടെ സംഭവിച്ചെന്താണെന്നറിയങ്ങള്? അബൂജഹൽ നിൽക്കുന്ന സ്ഥലത്ത് അബൂജഹലിന്റെ 2 കാലുകൾ പതിഞ്ഞ ആ ഭാഗത്തുള്ള ഒട്ടകത്തിന്റെ തോലൊഴികെ ബാക്കി മുഴുവൻ തോലുകളും ഇവരുടെ കയ്യിൽ പറഞ്ഞങ്ങോട്ട് പോയി. അബൂജഹൽ അനങ്ങിയില്ല. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തൊരു ഗ്രേറ്റാണിത്, എന്തൊരു മനുഷ്യനാണിത്, ഒട്ടകത്തിന്റെ തോലാണിത്. അത്രയും ഭീകരനായ ആ മനുഷ്യനെ കൊള്ളയാണ് ഒരു സാധു അബ്ബാസ് റളിയല്ലാഹു അൻഹു എടുത്തു ചാടിയത്. അബ്ബാസ് ചാട്ടം കണ്ടപ്പോ നമുക്കറിയാം അവിടെ അബൂജഹൽ പ്രയോഗിച്ചത് 19ാമത്തെ അടവാണ്. എത്ര അടവാ സാധാരണ നമ്മൾ പഠിക്കുന്നത്? 18. 19ാമത്തെ അടവ് പ്രയോഗിച്ചു. എന്താ? ഓടി ഒരുമില്ല, മൊണ്ടമടകത്ത് ഓടറാ ഓട്ടം. അങ്ങനെ ഓടുന്ന സമയത്ത് അബ്ബാസ് വിട്ടില്ല. അബ്ബാസ് റളിയല്ലാഹു തന്റെ പടവാളും എടുത്തുകൊണ്ട് ആ സാക്ഷാൽ അബൂജഹലിന്റെ പിന്നാലെ ഓടി. ഇവൻ ഓടിപ്പോകുന്നത് നേരെ ഖുബൈസ് പർവ്വതത്തിന്റെ സമീപത്തിലേക്കാ. അങ്ങനെ ഓടുമ്പോഴതാ പെട്ട് ഖുബൈസിന് പാകിട്ടും നോരട്ടാതി പിട്ടത് നന്ദമൂത്താൻ പിത്തമ്പതിരു ഹസ്തം ശിരസിൽ വിത്തെ ദിക്കുകളൊക്കെയിൽ മുക്കിയ മക്കമിൽ മിക്കവരെ തിങ്കളായുങ്ങൾക്ക് ഇറങ്ങിയ ബൻബാല സങ്കടം കേളുവിനെ മുട്ടിയുമൈകളെ ഒട്ടകം പൊങ്കളും പട്ടും പറിത്തിടുവാൻ മുന്തി മുഹമ്മദും തൻ തുണയാർകളും ബന്ധിരിക്കുന്ന പർവ്വതത്തിന് സമീപത്തിലേക്കാണ് ഓടുന്നത്. ഓടറാ ഓട്ടം. സാധാരണ നമ്മൾ പറയാറില്ല മക്കളെ, ഓടുമ്പോ കാലവിടെ അടിക്കാറുണ്ട്, ഇവിടെ അടിക്കാറുണ്ട്. ഇത് ഇവിടെ അല്ല, ഇവിടെ അടിക്കുന്ന പെരടിക്ക് അമ്മാതിരി ഓട്ട ഓടുന്നത്, ധൈര്യത്തിന്റെ കടുപ്പം. അങ്ങനെ ഓടുന്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. തൊട്ട് പിന്നാലെ അപ്പോഴാണ് ഖുബൈസ് പർവ്വതത്തിന്റെ സമീപത്ത് ഒരു മനുഷ്യൻ. ആരാണ്? പറയണം, പേര് പറയണം. ലംറത്ത് അല്ലേ? അബൂ സുഫിയാൻ പറഞ്ഞയച്ച ലംറത്ത്. ആ ലംറത്ത് പറയുന്നു, ഖുറൈശികളെ നാശം നാശം, ഉടനെ തന്നെ കുതിക്കണം നിങ്ങൾ ബദറിന്റെ ഭാഗത്തിലേക്ക്. അവിടെ മുഹമ്മദും അനുയായികളും അബൂ സുഫിയാനെയും സംഘത്തെയും തടഞ്ഞു വെച്ച് നമ്മുടെ സമ്പത്ത് മുഴുവനും കൊള്ളയടിച്ചിരിക്കുന്നു കൂട്ടുകാരെ. ഇത് കേട്ടപ്പോഴാണ് ഒരൊറ്റ നൃത്തമങ്ങ് നിർത്തുന്നു. ആ നൃത്തത്തിൽ ഒരു കാര്യം മൂപ്പരോട് മറന്നുപോയി. എന്താ? തൊട്ടുപിറകെ അബ്ബാസ് റളിയല്ലാഹു അൻഹു വാളുമായി വരുന്ന വിവരം മറന്നുപോയി. ഉറത്തന്നെ നോക്കി ഇല്ല. അബ്ബാസ് ചിന്തിച്ചത് എന്താ? ഓടുന്നവന്റെ പിറകെ. പിന്നെ നമ്മൾ എന്താക്കരുത്? വാളും കൊണ്ട് ഓടുന്നത് അത് നമുക്കൊരു ഒരു മാനക്കേടാണ്, അതൊരു ശരിയില്ല. അതുകൊണ്ട് അബ്ബാസ് തിരിച്ചുപോയി. അബൂജഹൽ നോക്കുമ്പോ അബ്ബാസില്ല. നേരെ ചെന്ന് നോക്കണം ലംറമിന്റെ അവസ്ഥ എന്താണ് നോക്ക് നിങ്ങൾ. താടിയും മൂടിയും ഒക്കെ അലക്ഷ്യമായി കിടക്കുന്നു. ഒട്ടക്കത്തിന്റെ ചെവി മുറിഞ്ഞിട്ടുണ്ട്, രക്തം മുറ്റി വീഴുന്നു. ഷർട്ട് ഒരു വട്ടം ഇവിടെ, ഒരു വട്ടം ഇവിടെയൊക്കെ ഇട്ട് തിരക്കിൽ പിടിച്ച് നമ്മളൊക്കെ അങ്ങനെ ചെയ്യൂലേ? ആ കോളത്തിലൊക്കെയാണ് കണ്ടാൽ തന്നെ അറിയാം ഇതെവിടുന്നു ഏതോ ഒരു യുദ്ധകളത്തിൽ നിന്ന് വരികയാണ് എന്ന് കണ്ടാൽ തന്നെ തോന്നുന്ന അവസ്ഥയിലാണ് ഉള്ളത്. ഇവിടെ തന്നെ ചോദിച്ചു, എന്താണ് അവസ്ഥ? ഒന്നും പറയണ്ട, ആ ബദറിന്റെ ഭാഗത്തിലേക്കൊന്ന് പോയി നോക്ക്. മുഹമ്മദും കൂട്ടരും അബൂ സുഫിയാനെയും സംഘത്തെയും തടഞ്ഞു വെച്ചുകൊണ്ട് സമ്പത്ത് കൊള്ളയടി ഞാൻ എങ്ങനെയൊക്കെയോ ഓടി രക്ഷപ്പെട്ടു വന്നതാ എന്ന് അബൂ സുഫിയാൻ വന്നെന്ന് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, നേരെ മക്കയുടെ ഭാഗത്തുനിന്ന് ഒരൊറ്റ വിളിയാണ്. മകക്കൂട്ടിനാൽ അബൂജഹൽ നാദായിപ്പോൾ ഉരത്തദീന ദേശത്തുള്ള ഖുറൈശി മൂപ്പർ സകലവും ചെവിത്ത് ഹൈറാൽ തരിത്ത് നിപ്പാ സ്വതരകമേ സ്വപികളെ എടുത്താണൈത്ത് നിലവിളിയായി പേശി പേദേ
അലമുറയും അയരം കൂറ്റാൽ കിടുകിട അറിந்து ഖൗഫായി തികാമീനല്ല നാസൂറുകളിൽ മഹാകൂറ്റ് ഭയങ്കര ശബ്ദത്തിൽ വിളിച്ചു പറഞ്ഞു, ഖുറൈശികളെ ഇനി നിങ്ങൾക്ക് വിശ്രമമില്ല. മുഹമ്മദും അനുയായികളും നമ്മുടെ സമ്പത്ത് മുഴുവനും അവർ കൊള്ളയടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുഴുവൻ ആളുകളും ബദറിന്റെ ഭാഗത്തിലേക്ക് നീങ്ങണം. മക്കളെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല. അൽഹംദുലില്ലാഹ് മക്കൾ കഥ ശ്രദ്ധിക്കുക, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനെ സംഭവിച്ചിട്ടില്ല. അബൂ സുഫിയാൻ പറഞ്ഞയച്ചതുപോലെ ലംനം പറഞ്ഞതാ. ആ ലംനം പറഞ്ഞത് കേട്ടിട്ട് ആര് പറഞ്ഞതാ? അബൂജഹൽ പറഞ്ഞതാ. ഈ അബൂജഹലിന്റെ വാക്ക് കേട്ടപ്പോ, സംസാരം കേട്ടപ്പോ, ആ നിലവിളി കേട്ടപ്പോ, അനൗൺസ്മെന്റ് കേട്ടപ്പോ അവിടെയുള്ള ഖുറൈശികൾ മുഴുവനും ഇങ്ങോട്ട് ഒരുമിച്ച് കൂടിയിട്ട് അബൂജഹലിനോട് ചോദിക്കാം, എന്തുണ്ടായി? ഞാനല്ല ചങ്ങായി പോയത്, ഞാൻ കേട്ടതാ. എന്നാ കേട്ടവനോട് ചോദിക്കുക, അവരോട് ചോദിക്കും. അങ്ങനെ ഇവർക്കാകും എപ്രാളം. എന്നിട്ടോ ഇവരിങ്ങനെ പരസ്പരം കാണുന്ന പെണ്ണുങ്ങൾ പരസ്പരം നമ്മളെ സമ്പത്ത് പോയോ, മോനെ പിടിക്കാം, മോനക്ക് പാലല്ല കൊടുക്കുന്നത്, ഇവിടെ വെച്ചിട്ട് സമ്പത്ത് പോയല്ലോ. ഈ കൂടെ പോയ ഭർത്താക്കന്മാർക്ക് എന്ത് പറ്റിയെന്ന് ഒറ്റ ഒന്നും അന്വേഷിക്കുന്നില്ല. എല്ലാം സമ്പത്ത് പോയല്ലോ എന്ന് പറഞ്ഞാ കരയുന്നത്. അങ്ങനെ കരച്ചിലും നിലവിളിയും ആട്ടെ. ഏതായാലും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി കാബയുടെ ഒരു ഭാഗത്ത് മുഴുവൻ ആളെയും ഒരുമിച്ച് കൂട്ടി. എല്ലാവരും ഉണ്ട്. എണ്ണിക്കോൾ വിട്ടുപത്ത്, ഉമയ്യത്ത്, ഷൈബത്ത്, വലീദ്, പിന്നെ അവന് ഉമയ്യത്ത്, അങ്ങനെ തുടങ്ങിയ മുഴുവൻ മയ്യത്തുകളെയും എല്ലാരെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അബൂജഹൽ പറഞ്ഞു, ഇതാ ആ മുഹമ്മദിനെയും അനുയായികളെയും നമുക്ക് പിടിക്കാൻ, നമുക്ക് യാത്രയാകണം. എല്ലാവരും കൈവശം ആയുധം കരുതണം. വെറുതെ വന്നാ പോരാ. മുഹമ്മദ് അനുയായികൾ ഉറപ്പാണ് അവർ മിസ്കിന്മാരാണ്. അവരുടെ ശേഷം ഒന്നും ഉണ്ടാവില്ല, ആയുധങ്ങളൊന്നും ഉണ്ടാകില്ല. നമ്മൾ അങ്ങനെ പോരാ. നമ്മുടെ കൈവശം എല്ലാവരുടെ കയ്യിലും വാള്, എല്ലാവർക്കും കുതിര, എല്ലാവർക്കും ഒട്ടകം, എല്ലാവർക്കും പടയങ്കി. ഇതാ യുദ്ധ ഫണ്ടിൽ നിന്ന് ഇഷ്ടം പോലെ അനുവദിച്ചിരിക്കുന്നു. എല്ലാവരും സംഘടിപ്പിക്കുക. എല്ലാവരും അണിഞ്ഞൊരുങ്ങി എല്ലാവരും വന്നു. ഇവൻ മാത്രം ഒരുങ്ങിയില്ല. കാരണം എന്താ? നേതാവല്ലേ. നേതാവ് അങ്ങനെ വരാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ നേതാവ് പോയി അവന്റെ അരമനയിൽ കയറി അവൻ ഡ്രസ്സ് ധരിക്കാൻ തുടങ്ങി. ആ ഡ്രസ്സ് ധരിക്കുന്നതാണ് മഹാകവി പോയിൻകുട്ടി വൈദ്യർ അബൂജഹലിന്റെ പുറപ്പാടിനെ കുറിച്ച് പറയുന്നു. നമുക്ക് ശ്രദ്ധിക്കാം. മികമികവായ പട്ടുകളാൽ തുളമേൽമ ചട്ടകളും അരിനാട ചൊട്ടികളും പല പണി പൊതുവായി എടുത്തൊരു കാത്തമ്പിരൽക്ക് പതിത്തിടലായി പുറപ്പെട്ട ബുജാഹിലുടൻ കിബ്ർ പൊങ്കിയലുണ്ട് ലിബാസ് ചമൈന്റെ പുതുമാ ഹസബിട്ടുകൾ വെയ്ത്ത കരീറുമുടുത്തിടവേ മികമികവായ പട്ടുകളാൽ ഉളമേൽമ ചട്ടകളും അരനാട ചൊട്ടികളും പല പണി പൊതുവായി എടുത്തൊരു കാത്തമ്പിരൽക്ക് പതിത്തിടലായി മറിയും സുവനം ഫലജോഗ വെത്ത് പണിത്തൊരു താജത് ചൂട് മനതിൽ കിബിറത്തിനെയേറുവതത്തിനെയും ജിതമായി പുനയവനാഗവജ്രമാം ഒരു വാൾ കഴിക്കകമേ നടുമേട പട്ടയുമേ അതിനകം മകവേലുകളൊക്കെ ഇതത്തിൽ എടുത്തു മതിത്തിടവേ. വരികയാണ്. ഒരു ഷർട്ട് ധരിച്ച് അത് പോരാ, അതിന്റെ മേലെ പിന്നെ ഒന്നും കൂടെ ധരിച്ച് അങ്ങനെ എന്താക്കുന്നു, പിന്നെ നല്ലൊരു തൊപ്പി, നല്ല കിരീടം തലയിൽ വെച്ച് അദ്ദേഹത്തിന് ഒരു വാളുണ്ട്, നാഗവച്ചിരം. എന്താ മക്കൾ അവന്റെ വാളിന്റെ പേര്? മറന്നുപോലല്ലോ, നാഗവച്ചിരം. ആ നാഗവച്ചിരത്തിന്റെ വാള് മാത്രമല്ല, നല്ല ഒരു മോതിരം, പല പണി പുതുവായെടുത്തൊരു ഹാത്തം
വിരൽക്കു പതിത്തിടലായി മറിയും സുവനം പല ജൗഹറും വ്യക്തി പണിതൊരു താജത് ചൂടി മനതിൽ കിബിറത്തിനയേറുവതത്തിനയും ചിതമായി പുനയവെ നാഗവച്ചിരമാം ഒരു വാഴ്ക്കൈക്കകമേ നടുമേട പട്ടയുമേയൊതിനകം മഹവേലുകളൊക്കെ ഇതിലെടുത്ത് മതിത്തിടവേ. സാക്ഷാൽ അബൂജഹൽ നല്ല കയ്യിലൊരു മോതിരണിഞ്ഞ് സാധാരണ സംസാരിക്കുമ്പോൾ ആംഗ്യം കാണിക്കുമ്പോൾ വലത്തെ കൈയുടെ കൂട്ടുകാരെ ഞാൻ പറഞ്ഞതുപോലെ ഐക്യത്തോടെ നിൽക്കണം. അങ്ങനെ അബൂജഹൽ എന്ന് പറഞ്ഞ പണ്ടന്റെ കിബിറ അങ്ങനെ എന്താക്കി ഒരു മോതിരം അണിഞ്ഞതിനു ശേഷം പിന്നെ കൈയിന്റെ ആംഗ്യം കാണിക്കുന്ന കയ്യിന്റെ രൂപമൊക്കെ ഒന്ന് മാറി കയ്യായി. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഭിന്നിക്കാൻ പാടില്ല. പിന്നെ ഐക്യത്തോടുകൂടെ നിൽക്കണം. ഇങ്ങനെ നിൽക്കണം. എന്തിനാ നിനക്ക് മനസ്സിലായല്ലോ? അപ്പൊ ജനങ്ങൾക്ക് പരസ്പരം പറയാം ഏതൊക്കെ നമുക്ക് അറിയില്ലേ. ആട്ടെ, എല്ലാവരും ഒരുമിച്ച് എന്നിട്ട് നേരെ കഅബ ശരീഫിന്റെ സമീപത്തിലേക്കാ പോകുന്നത്. ഇപ്പൊ എന്താ നല്ലൊരു സാലിഹായ കർമ്മത്തിനാ പോകുന്നത്? അല്ല, ഇവൻ നേരെ കഅബ ശരീഫിന്റെ സമീപത്ത് വന്നിട്ടോ ഇറയോ നേഹാദൽ ബൈതുടെ നായനഹക്കൊടെ ബാത്തിനെ രണ്ടിൽ ഇടയേ തീരിത്തരുളേണ്ട നീന്ത ദിനം തനിലേ നമതിരുഭാഗം നിക്കുവരിൽ ഒരു കോട്ടം കൊടയോ അവരാരുലേക്കറിയാം അവർകളെ ഇതിൽ തീരിത്ത് ഹലാസിയത്താക്കിട് നീ പരനേ രണ്ടാളൊരു ദീനിനെ പുരുഷയാക്കി നിതായിമിൽ കാത്തുകൊൾ താമസം ചെയ്തിട ഉത്തിരം ചെയ്തിടു നീ ഇരവിനു ഹാക്കിമേശിച്ചിറ അകലാക്ക് നിന്നു സുറ ഫത്ഹാകുനൈ ഖദ്റൽ അവർ ദുആ പട്ടാങ്ങിൽ റഹിമബൻ ഖബൂലാക്കിട സത്യമാ. ഇവൻ നേരെ വരുന്നു കഅബ ശരീഫിന്റെ കില്ല പിടിച്ച് ദുആ ചെയ്യാ. അപ്പൊ നിങ്ങൾ ഇവൻ ആരാണ്? അവൻ ആരോ ആവട്ടെ, അവൻ കില്ല പിടിച്ച് ദുആ ചെയ്യാ. ഇറയോനെ ഹാദൽ തുടനായനെ ഹക്കൊട് ബാത്തിനെ രണ്ടിൻ ഇടയെ തിരിത്തരുളിയിട്ട് നീ ഇന്ത ദിനം തലിലേ. ഈ വീടിന്റെ നായകനെ, ഈ വീടിന്റെ യജമാനനെ. അപ്പൊ അതാരാ? അല്ലാഹ്. കണ്ടോ? ഈ വീടിന്റെ യജമാനനെ ഓൻ ആരെ വിളിച്ചോ? അതില്ല. ഈ വീടിന്റെ യജമാനനെ ഞങ്ങൾ രണ്ട് വിഭാഗമാണുള്ളത്. ഒന്ന് ഹക്കാണ്, മറ്റൊന്ന് ബാത്തിലാണ്. ഞങ്ങളെ വിജയിപ്പിക്കണമെന്ന് ദുആയിരുന്നില്ല ചങ്ങായി. ഓ രാവിലെ അല്ലാതെ കൊണ്ടുവന്നില്ല. അതാണ് ഏറ്റവും വലിയ നിയമത്ത്. പിന്നെ ഓ ദുആ ചെയ്തെന്താ? ഹക്കിനെ വിജയിപ്പിക്കണമേ, ബാത്തിലിനെ പരാജയപ്പെടുത്തണമേ. അല്ലാഹ് തീരുമാനിച്ചു എന്നാ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ഹക്കിനെ വിജയിപ്പിക്കാനും ബാത്തിലിനെ പിന്നെ പരാജയപ്പെടുത്താനും. അങ്ങനെ അതാ അവർ നടന്ന് അവർ നേരെ പോകുന്നു. അവരെ നടത്തം മോയും കുട്ടി വൈദ്യുതി തന്നെ പറയട്ടെ, വളരെ പെട്ടെന്ന് ബദറിലേക്ക് എത്താം. നമുക്ക് അവസാനിപ്പിക്കാം ഇൻഷാ അല്ലാഹ്. എവിടെ നാട്ടണ്ടാറ് മൂതിണ്ടാർ ഗയ്യുമേത്തി ഗസലോ ജുഫ്നത്തെ തലത്തിൽ നെടിൽകൾ ചുമയും കിഴിത്തേന് നിലയാക്കിരിന്റെ അന്തലയിൽ നടന്നാർ മുടിന്നാർ ഗയുമേത്തി നസലോ ജുഫ്നത്തെ തലത്തിൽ നെടിൽകൾ ചുമയും കിഴിത്തേന് നിലയാക്കിരിന്റെ അന്തലയിൽ തടിയാൽ നിഴൽ ഇല്ലാതോർ തന്റെ ജത്തെ അബ്ദുൽ മാനവറിന്റെ തുടർ മക്കളാലുള്ള ജുഹൈമേ തുഞ്ചലിൽ കനിന്റെ ഗമനാമേ നടന്നാർ ഗയുമേത്തി നസലു ജുഫ്നത്തെ തലത്തിൽ. പ്രിയരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബിമാർക്കുണ്ടായിരുന്ന ഒട്ടകം എത്രയാ മളെ നമ്മൾ വന്നത്? 70 ഒട്ടകം അല്ലേ? എന്നാലോ ഖുറൈശികളുടെ ഇവരുടെ ഭാഗത്ത് അബൂജഹലും സംഘം പുറപ്പെടുന്നവരുടെ ഒട്ടകത്തിന്റെ എണ്ണം എത്രയാ? 700. എത്ര? 700 ഒട്ടകം, 200 കുതിര,
മുഴുവൻ ആളുകൾക്കും വാള്, സർവായുധ വിഭൂഷിതരായ സംഘം. അങ്ങനെ അവർ നേരെ എത്തി എവിടെ? ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലത്ത്. ജുഹ്ഫയിലെത്തി ഇങ്ങനെ തമ്പടിച്ചിരിക്കുന്നു. തമ്പടിച്ച് അങ്ങനെ അവർ ഈ മാംസങ്ങളൊക്കെ വേവിച്ച് കഴിച്ച് അതിന്റെ കൂടെ മറ്റൊരു വെള്ളവും കൂടെ കുടിച്ച്, ആ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇപ്പൊ ഉള്ള പോലെ ഒന്നല്ല, പിന്നെ ഒന്നും കൂടെ ഉണ്ട് ഉഷാറാല. അഹമ്മദൊക്കെ പിന്നെന്താവും? അബൂബക്കറൊക്കെ ആ അബൂബക്കർ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂട്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മുസ്ലിം സഹോദരന്മാരുണ്ട് ആവശ്യമില്ലാതെ അത് വാങ്ങി കുടിക്കാം. എത്ര പൈസ കൊടുക്കണം? അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ഏതോ ആവട്ടെ, ഈ വെള്ളം കുടിച്ചുകൊണ്ട് അവരവന് കിടന്നുറങ്ങുന്ന സമയത്ത് അതാ ഒരു സ്വപ്നം കാണുന്നു. ജുഹൈം എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ. ജുഹൈം എന്ന് പറയുന്ന ഒരാളൊരു സ്വപ്നം. എന്താ സ്വപ്നം എന്നറിയോ? എന്താ സ്വപ്നം? ഒരാൾ ഇങ്ങോട്ട് വരുന്നു, എന്നിട്ടോ നമ്മളാകെ തകർക്കുന്ന ഇങ്ങനെ പല വിവിധ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. ആ സ്വപ്നം കണ്ട് ഇവൻ ഞെട്ടി ഉണർന്നിട്ട് അബൂജഹലിനൊക്കെ വിളിക്കാൻ തുടങ്ങി. ഓരോരുത്തരെ വിളിക്കാൻ തുടങ്ങി. എന്താ? ഞാനേ ഒരു സ്വപ്നം കണ്ട്. അബൂജഹലിന്റെ അടുത്ത് പോയി പറയേണ്ട മോനെ, സ്വപ്നം മൂപ്പരൊക്കെ അത് കേൾക്കുമ്പോഴേ പേടിയാ. ഏതോ അവിടെ പറയാതിരിക്കാൻ പറ്റുമോ? എന്റെ ജീവനല്ലേ. നേരെ പോയി, നേതാവേ അങ്ങനെയാണ്, നേതാവേ എന്താടാ? ഞാനൊരു സ്വപ്നം കണ്ടു. സ്വപ്നം മിണ്ടി പറയരുത്. പിന്നെ മൂപ്പരൊക്കെ പറയാൻ പറ്റുന്നില്ല. സ്വപ്നം പറ, പിന്നെ ഈ മുണ്ടി പോകാൻ എന്നാലും പറ. അതായത് ഞമ്മക്കെന്തോ ഒരു അപകടം സംഭവിക്കും എന്ന് തന്നെ തോന്നൽ. അതൊക്കെ മനസ്സിലായി. ഒരു കാര്യം ചെയ്യും, ഇവിടെ വാ, ദൂരെ പോകല്ല. നിനക്ക് ധൈര്യമില്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് വിട്ടോളൂ. ഞങ്ങൾ മുഹമ്മദിന്റെ ശിരസ് എടുത്തിട്ടേ വരും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞങ്ങൾ നമ്മുടെ സമ്പത്ത് പിടിച്ചടക്കിയിട്ടേ വരും. പേടിയാണെങ്കിൽ പൊയ്ക്കോ. ഉടനെ തന്നെ ജുഹൈം എന്താക്കി? ജുഹൈം ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, എന്താ ചെയ്യണ്ടേ. അതായാലും പോകാനല്ലേ പറഞ്ഞത്. എന്നാ പിന്നെ നേതാവ് ഞാൻ പോട്ടെ. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഞാനും പോവുകയാണ്. ഇവിടുന്ന് ഒക്കെ കൈബന്ധിച്ച് ഇവൻ എണ്ണി നോക്കുമ്പോ എത്ര? 300 ആള്. സുബ്ഹാനല്ലാഹ്. അപ്പൊ ചോദിച്ചു, നിങ്ങളൊക്കെ സ്വപ്നം കണ്ടോ? ഞങ്ങളൊക്കെ സ്വപ്നം കണ്ടല്ലേ. പോകുന്നവരൊക്കെ പോയിക്കോളി നീ പറഞ്ഞല്ലോ, അതുകൊണ്ട് പോകാന്ന് പറഞ്ഞു. അങ്ങനെ ബാക്കി 300ഓളം ആളുകൾ എന്ത് ചെയ്തു? അവിടെ നമ്മൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിട്ടോ 300ഓളം ആളുകൾ ആ ജുഹ്ഫ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും മടങ്ങി. ഇപ്പോ അവരെ 1200ഓളം പടയാളികൾ ഉള്ളത് ഇപ്പൊ എന്താക്കി? ഒരു 900-950 ചുരുക്കി. അങ്ങനെ അതാ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ബദറിന്റെ ഭാഗത്തിലേക്ക് വരുന്നു. ബദറിന്റെ ഭാഗത്തിലേക്ക് വരുന്ന ക്ഷീണിച്ചവശരായ പട്ടിണി പാവങ്ങളായ സഹാബികൾ പലരും വല്ലാതെ വിഷമം. അങ്ങനെ അതാ വരുന്നു. കുറെ ആൾ നടക്കും, കുതിരപ്പുറത്ത് മാറി സഞ്ചരിക്കും. ഇങ്ങനെയൊക്കെയായി ബദറിന്റെ ഭാഗത്തെത്തിയപ്പോ പല സഹാബികൾക്കും ക്ഷീണം സഹിക്കുന്നില്ല. പല സഹാബത്തും വളരെ ക്ഷീണിച്ചവശരായി അവരുടെ തമ്പിൽ ഇങ്ങനെ വിശ്രമിക്കുന്നു. രാത്രി കിടന്നുറങ്ങുകയാണ്. കിടന്നുറങ്ങുന്ന സമയത്ത് പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പല സഹാബികൾക്കും സ്നാനം ചെയ്യണമെങ്കിൽ, വുദൂ ചെയ്യണമെങ്കിൽ വെള്ളം വേണം, വെള്ളമില്ല. പല സഹാബികൾക്കും സ്ഖലനം സംഭവിച്ചിരിക്കുന്നു. ക്ഷീണം കൊണ്ട് കുളിക്കണമെങ്കിൽ വെള്ളമില്ലാതെ കഷ്ടപ്പെടുന്ന സഹാബികൾ ചിന്തിച്ചത് ഏറ്റവും വലിയ ആശ്രയം, എന്തിനും നമുക്ക് സമാധാനം, എന്ത് ചോദിച്ചാലും നമുക്ക് നൽകുന്നത് നമ്മുടെ കേന്ദ്രം, അഭയ കേന്ദ്രം, ആശാ കേന്ദ്രം സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്തിലേക്ക് പോയിട്ട് പറഞ്ഞു, നബിയേ ഞങ്ങൾക്ക് കുളിക്കണം നബിയേ, ഞങ്ങൾക്ക് വെള്ളമില്ല നബിയേ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ഇരുകരങ്ങളും നീട്ടി ഒരൊറ്റ ദുആ. ആ ദുആ ചെയ്ത സമയത്തതാ കാർമേഘങ്ങൾ ഇങ്ങനെ ഉരുണ്ട് കൂടാൻ തുടങ്ങി. അതാ സംഭവിക്കുന്നു അത്ഭുതം. മോയിൻകുട്ടി വൈദ്യർ തന്നെ പറയുന്നു, ചുഷന്ത തലമതും യശുന്തനതിപടി തിശന്തിടൈ പുനലാൽ അരികർകൾ തുടങ്ങിടൈ ഗസ്ലാൽ ചിരന്തകളും നെടിൽ ചരിന്ത് കുളികൾ അരുന്തി പലതരമാൽ പൊടികളും അടങ്ങി പുവിയുരമാൽ ചെളുത്ത് ചിലരൽ വളത്ത് തടയവ കുള
മുഴുവതുമെടുത്ത് തൊഴുകലുമാ ഇരുണ്ട തലമിന് കരந்த புவனமல் பரந்த கொசிமனமே തിരുനബീരന്ത തുഴഫലമേ ചൊരിന്ത മതറത് പരന്തനരുളിനൂരം പെരും കത്തറാൽ ചതുപ്പുറം വരും ജലം സത്തറാൽ ചുസന്ത തലമതും യസുന്ദനടിപടി തിശന്തിടൈ പുനലാൽ അരികകൾ തുടങ്ങിടൈ തങ്ങൾ ദുആ ചെയ്തപ്പോൾ എന്താ സംഭവിച്ചെന്നറിയങ്ങൾ? നല്ലൊരു മഴ, നല്ല അന്തരീക്ഷം, നല്ല കുളിർക്കുന്ന തരത്തിൽ ഒരു മഴ കൊണ്ട് വർഷിച്ചു. ആ മഴ വർഷിച്ച സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബികൾ എന്ത് ചെയ്തു? അവിടെയുള്ള അഴുക്കുകളൊക്കെ പോയി ഉടനെ തന്നെ ഒരു നല്ലൊരു കുളം അങ്ങോട്ട് നിർമ്മിച്ചു. നല്ല കുളം, നല്ല ഭദ്രമായ കുളം. ആ കുളത്തിൽ നിന്ന് കുളിക്കുന്നു, അതിൽ നിന്ന് വുളൂ ചെയ്യുന്നു. എല്ലാറ്റിനും യോഗ്യമായ നല്ലൊരു സുന്ദരമായ ഒരു ഹൗദ് തടാകം സഹാബത്ത് നിർമ്മിച്ചു. എന്നാലോ മറ്റൊന്ന് സംഭവിക്കുന്നത് എന്താ? അബൂജഹലും സൈന്യങ്ങളും നേരത്തെ ബദറിൽ എത്തിപ്പെട്ടതാ. മൂപ്പര് കുറച്ച് അഡ്വാൻസ് ആയിട്ട് വേഗം വന്നതാ. നല്ല വെള്ളമുള്ള സ്ഥലം കണ്ടുപിടിച്ച് കൈവശപ്പെടുത്തിയതാണ് അബൂജഹലും കൂട്ടരും. ഇവരൊരു താഴ്ന്ന ഭാഗത്താണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബികളും ഒരു അല്പം ഉയർന്ന ഭാഗത്താണ്. അങ്ങനെ അതാ നബി തങ്ങളുടെ ദുആഫലമായി വർഷിച്ച മഴ. ആ മഴ വർഷിച്ചപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയോ? നബി തങ്ങളുടെ സഹാബത്തിന്റെ ഒട്ടകങ്ങളും അവരുടെ കുതിരകളും കാഷ്ടിച്ച കാഷ്ടങ്ങളും അവിടുത്തെ മുഴുവൻ അഴുക്ക് ചണ്ടി ചവറുകൾ മുഴുവനും കുത്തി ഒലിച്ച് ഒക്കെ സംഭാവനയായി തട്ടിക്കൊടുത്തു. എവിടെ? അബൂജഹലിന്റെ ക്യാമ്പിലേക്ക്. അൽഹംദുലില്ലാ, മാഷാ അല്ലാഹ്. അങ്ങനെ ഇവർ കിടന്നുറങ്ങുക. ഇവര് വിവരമൊന്നും അറിയുന്നില്ല. അങ്ങനെ സുബീന്റെ സമയത്തല്ല, ഞമ്മക്കല്ലേ സുബീക്ക് എണീക്കണ്ടേ? ഇവർക്ക് എണീക്കണോ? ഇവര് പണ്ടത് ആ വെള്ളം കുടിച്ചിട്ട് ആ കിടത്തല്ലേ കിടന്നത്, ഇവർക്ക് എന്തെണീക്കാൻ? അങ്ങനെ അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബത്തിന്റെ ഭാഗത്ത് നിന്ന് വല്ല കുത്തി ഒലിച്ചിങ്ങനെ വരിക. ഇവിടെ ഇങ്ങനെ വന്നു നോക്കുമ്പോ ഒരു ചങ്ങായി മൂക്കോട്ടെ അപ്പൊ എണീച്ചു. എന്താ? വെള്ളം ഉപയോഗശൂന്യമായി കിടക്കുന്നു. കുളിക്കാൻ പറ്റില്ല, കുടിക്കാൻ പറ്റില്ല. ഇനി ആ വെള്ളം കൊണ്ടുപോയി ഏതെങ്കിലും കൃഷിയിടത്തിൽ ഒഴിച്ചു കൊടുക്കാന്നല്ലാത്ത വേറൊന്നിനും പറ്റില്ല. ആ രൂപത്തിൽ ഉപയോഗശൂന്യമായി കിടക്കുകയാണ് അബൂജഹലിന്റെ കുളം. അബൂജഹൽ ചാടി എഴുന്നേറ്റ്, ആരവിടെ? ആരുമില്ല, മഴ പെയ്തതാ. ആരവിടെ? എന്ത് ചെയ്യാൻ സഹിക്കന്നെ. എങ്കിൽ അങ്ങോട്ട് നോക്കൂ. അങ്ങോട്ട് നോക്കൂ. അവിടെ നോക്കുന്ന പരിപാടി പോലീസുകാരാക്കി കുളിക്കുക, അവര് ഓടിക്കുക, അവരിങ്ങനൊക്കെ അയ്യോ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ തന്നെ പറ്റുന്നില്ല. അവരെ കുളി, അവരുടെ ഓതു, അവരുടെ മുഖം കഴുകല്, അവരുടെ കൈകാലുകൾ കഴുകല്, സ്വഹാബത്തിനുള്ള സന്തോഷമായി ഇവർക്ക് ഉപയോഗശൂന്യമായി കിടക്കുന്നു. ഉടനെ തന്നെ അബൂജഹൽ പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ഒരു ധീരനുള്ളത്? ഒരു സമർത്ഥനുള്ളതാരാ? ഒരു ഉമ്മ പെറ്റ മകനുള്ളതാരാ? എന്തിനാ? എഴുന്നേൽക്ക്. ആ മുഹമ്മദിന്റെ അനുയായികൾ നിർമ്മിച്ചിരിക്കുന്ന ഹൗദ് കണ്ടില്ലേ? ആ ഹൗദ് പൊട്ടിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണുള്ളത്? ചുണക്കുട്ടി, ഒന്ന് എഴുന്നേൽക്ക്. അല്ലാതെ തോന്നി കൊണ്ടുപോയി ഒന്നും എഴുന്നേൽക്കുന്നില്ല. സൗണ്ട് ഒരേറ്റേക്കും. കൂട്ടുകാരെ, ആ മുഹമ്മദ് അനുയായികൾ നിർമ്മിച്ച ഹൗദ് കണ്ടില്ലേ? ആ ഹൗദ് ഒന്ന് പൊട്ടിക്കാൻ നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് ആണൊരുത്തൻ? ആരുമില്ല. ഇത്രയും തീറ്റി പോറ്റിയിട്ട് ഒരു മനുഷ്യനില്ലല്ലോ. അപ്പോഴതാ സദസ്സിന്റെ പുറകിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നിൽക്കുന്നു. അബൂജഹലിന് സന്തോഷമായി. അഭിവാദനങ്ങൾ, അഭിനന്ദനങ്ങൾ, നന്ദിയുണ്ടടാ. ഇത്രയും ആളുകളോട് ഞാനത് പറഞ്ഞിട്ട് എന്നെ വശറാക്കി എന്നല്ലാതെ ഒരു മനുഷ്യൻ എഴുന്നേറ്റില്ലല്ലോ. നീയാണടാ ധീരൻ, നീയാണടാ ആൺകുട്ടി. ഇവൻ പറഞ്ഞു, ഞാൻ അവള് വെട്ടിക്കാൻ എനിച്ചൊന്നല്ല. എനിക്കൊരു സംശയമുണ്ട്. എന്താ സംശയം? നീ വിളിക്കുന്നുണ്ടല്ലോ ഹൗദ് വെട്ടിക്കാൻ സമർത്ഥനാരാണ്, ചെറുപ്പക്കാരനാരാണെന്നൊക്കെ, മുന്നോട്ട് വരൂ എന്നൊക്കെ പറയുന്നില്ലേ? നിനക്ക് ആ പണി പറ്റൂലേ? എനിക്ക് പറ്റാതിട്ടല്ല, പിന്നെ ഞാൻ അങ്ങോട്ട് പോയാലേ തിരിച്ചിങ്ങോട്ട് വരൂല. അതുകൊണ്ട് നേതാവ് ആദ്യം പോയി കഴിഞ്ഞാൽ പല അനുയായികളായ നിങ്ങളെ കാര്യം എന്താ? അതുകൊണ്ട് നിങ്ങളൊക്കെ ഒന്ന് പോയി. ആരും പോരുന്നില്ല, ആരും പോകുന്നില്ല. ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കെ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബികളോട് പറഞ്ഞു, സവൂ സുഫൂഫക്കും, സഫുകൾ അണിയിപ്പിച്ചു നിൽക്കൂ സഹാബികളെ, എല്ലാവരും ജാഗരൂകരായി റൈറ്റ് നിർത്തമാണ്. എന്ത് രസമാണ് സൊഫ്, എന്ത് രസാലേ. നബി സല്ലല്ലാഹു ഒരു അമ്പെടുക്കുകയാണ്, അമ്പെടുത്ത് ഇങ്ങനെ സൊഫിൽ ഇങ്ങനെ വെച്ച് നോക്കും, അമ്പിന് വളവുണ്ടോ. എങ്ങനെ അമ്പിന് വളവുണ്ടോ നോക്കുന്നത്? നിസ്കാരത്തിലെ സൊഫിൽ വെച്ചുകൊണ്ടാണ്. അമ്പ് വെച്ചിട്ട് സൊഫ് വളവുണ്ടോ എന്നല്ല നോക്കുന്നത്, സൊഫിൽ വെച്ച് അമ്പിന് വളവുണ്ടോ നോക്കുന്നു. മുഹമ്മദുർ സയ്യിദുൽ കൗനൈനി വഫഖലൈഹി വൽ ഫരീഖൈനി മിൻ ഉർബി വമിൻ അജമി. ഉറക്കെ മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നിർദ്ദേശം കേട്ടപ്പോ സൊഫുകൾ മടം പൊപ്പിച്ചുകൊണ്ട് സഹാബികൾ ഇങ്ങനെ നിൽക്കുന്നു. ഏത് നിമിഷവും ഇവിടെ യുദ്ധം നടക്കും. അതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞത്. എല്ലാ സഹാബികളും എന്തും നേരിടാൻ എന്തിനും തയ്യാറായി, ജാഗരൂകരായി, മനക്കരുത്തോടെ. നമുക്കില്ലാത്ത ഒരു ആയുധം അവർക്കുണ്ട്, അതാണ് അചഞ്ചലമായ ഈമാൻ. അള്ളാഹു അവരുടെ ബർക്കത്ത് കൊണ്ട് നമ്മെ രക്ഷപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. കൂട്ടത്തിലതാ ബഹുമാനപ്പെട്ട സവാദ് എന്ന് പറയുന്ന ഒരു സഹാബി ഒരല്പം മുന്തി നിൽക്കുന്നുണ്ട്. പലപ്പോഴും കേട്ട കഥകളാണ്, പക്ഷെ അത് പറയാതെ ബദർ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല. സവാദ് ഒരല്പം മുന്തി നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ കയ്യിലുള്ള ഒരു കിതഹ്, ഒരു ഈത്തപ്പന മട്ടൽ കൊണ്ട് സവാദ് അല്ലാഹുവിന്റെ വയറ്റിൽ മെല്ലെ ഒന്ന് അടിച്ചിട്ട് പറഞ്ഞു, സവാദ് നിൽക്കൂ, എന്താണ് സഫിൽ നിന്ന് മുന്നിട്ട് നിൽക്കുന്നത്? ഉടനെ തന്നെ അതാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ ഒരൊറ്റപ്പിടുത്തമാണ്. സവാദ് റളിയല്ലാഹു അൻഹു Ya Sufiyallah, Ya Sufiyallah, പരിശീലകമത്തിനല്ലാ ബഅദകിയുള്ളതല്ല, പരുത്തപ്പെടുത്താനല്ല. യാ നജിയല്ലാ, യാ നജിയല്ലാ, തരിത്തപ്പോൾ ദൂതർ ചൊന്ന സബദനി ചൊന്നതെന്ന ത്വാഗാവയങ്ങളെന്ന സ്വഫദിൽ സബഖാൽ, സ്വഫദിൽ സബഖാൽ. ഖദ് ത്വാഗാവുങ്ങളെത്തി ഖിദ്ഹാലെ ഉണ്ട് കുത്തി, ഖവായത്ത് കൈമശത്തിൽ ആകുമെങ്കിലുമേ, ആകുമെങ്കിലുമേ. ഉദരം വല്ലാമരുത്തം ഉളവായത് നിമിത്തം, ഉളം നാനത് പൊരുത്തം. ആക്കിടാ നബിയേ, ആക്കിടാ നബിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ കൈയോട് പിടിച്ചിട്ട് സവാദ് റളിയല്ലാഹു പറയുന്നു, നബിയേ, നബിയേ, എന്റെ വയറ്റ് തടിച്ചത് കത് താഹ ഉങ്ങളെത്തി കിതിഹാല കൊണ്ട് കുത്തി. ആ തന്റെ കയ്യിലുള്ള, അങ്ങയുടെ കയ്യിലുള്ള വടി കൊണ്ട് എന്നെ ഒന്ന് അടിച്ചില്ലേ നബിയെ? ഉദരം വല്ല വരുത്തം, എനിക്ക് വേദനിക്കുന്നുണ്ട് നബിയെ, എനിക്ക് വേദനിച്ചിട്ടുണ്ട് ഈ അടി. അതുകൊണ്ട് റസൂലേ, ആ വേദനിച്ച അടി എനിക്ക് തന്നെ അങ്ങയും തിരിച്ചടിക്കാതെ, അങ്ങയെ വയറ്റത്തും അടിക്കാതെ എനിക്കത് പൊരുത്തമല്ല നബിയേ. ഇതങ്ങോട്ട് കേട്ടപ്പോഴാണ് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പോലത്തെ സഹാബികൾ സവാദിനെ നോക്കുന്നു. എന്താ പറഞ്ഞത്? റസൂലുള്ളാഹിനെ അടിക്കണം, അല്ലാഹുവിന്റെ റസൂലിനെ അടിക്കണമെന്നോ, കിസാസ് എടുക്കണമെന്നോ? ഈ സവാദിനോ?
ഒരേ നോട്ടമാണ്. പക്ഷേ സവാദ് അവരെയൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഒരൊറ്റ വാശിയാണ്, നബി തങ്ങളെ അടിക്കണം, എനിക്ക് ഖിസാസ് ചെയ്യണം. സവാദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഒരേ ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നിൽക്കുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സവാദേ, എന്താണ് ആഗ്രഹം? എന്നെ അടിക്കാനാണോ? അതേ നബിയെ, എനിക്ക് അടിക്കണം, എനിക്ക് അടിക്കണം. ഉടനെ തന്നെ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത് വടി കൊടുക്കുന്നു. റസൂലുള്ള വടി കൊടുത്തതിനു ശേഷം സവാദിന്റെ അടുത്ത ഒരു വാചകം എന്താണ്? ഒരു ആവശ്യം, നബിയെ, അങ്ങയുടെ ശരീരത്തിലുള്ള കമീസ് അല്പമൊന്ന് ഉയർത്തണം. ഇവിടെ എന്റെ സഹോദരന്മാരൊന്ന് മനസ്സിലാക്കണം, നബിയെ, എനിക്ക് അങ്ങയുടെ വയറ്റത്താണ് അടിക്കേണ്ടതുകൊണ്ട് കമീസ് ഉയർത്തൂ എന്ന് സവാദ് പറയില്ല. നബി തങ്ങളോട് ആജ്ഞാപിക്കാൻ ഈ ലോകത്തൊരൊറ്റ സൃഷ്ടികൾക്കും അവകാശമില്ല. ആ കമീസും ഉയർത്തുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉടനെ തന്നെ അതാ തന്റെ കമീസ് ഉയർത്തുന്നു. മഹാകവി മോയിൻകുട്ടി വൈദ്യർ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. അടുത്തേ പൊളിഞ്ഞാശ വീടിയൊളുകി മൈമാൻ മഹജൂൽ മലർ കഞ്ചത്തെ മധുപൂരണം കണ്ട് പാടിക്കടുത്തേ കൈ നൽകിയതമാക്കി ഖിദ്ഹും ചാട്ടി കതിരോൻ മാസങ്ങുമ്മി പൂടിത്തെ പൂട്ടി പൊരുളാൽ ബാത്വനോട് മുഖത്തെ ചേത്തി പുളിയും കാടൽ ഇഷ്കാൽ അണഞ്ഞ് മോത്തി. ആ ആവശ്യപ്പെട്ട ആവശ്യങ്ങളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകരിക്കുന്നു. റസൂലുള്ളാഹി തങ്ങൾ അതാ തന്റെ ശറഫാക്കപ്പെട്ട കൈകൊണ്ട്, മുത്ത് റസൂലിന്റെ കരം കൊണ്ട് ആ വടി സവാദിന് കൊടുക്കുന്നു. സവാദേ, വരൂ, എന്റെ കമീസ് ഉയർത്താം. ഞാൻ എന്റെ കമീസ് ഉയർത്താം. ഒരൽപ്പം കമീസ് ഉയർത്തി. കമീസ് ഉയർത്തി നോക്കിയപ്പോൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രകാശമാണ് സവാദ് റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് അടിച്ചു വീശുന്നത്. ആ സവാദ് റളിയല്ലാഹു അൻഹു ചെയ്ത പണി എന്താണെന്ന് അറിയുമോ കൂട്ടുകാരെ, എന്റെ ഉമ്മമാര്? അതാ റസൂലുള്ളാഹി തങ്ങളുടെ കയ്യിൽ കൊണ്ടുകൊടുത്ത വടിയില്ലേ? എന്റെ പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, സഹോദരന്മാരെ, നമുക്ക് പ്രസംഗത്തിൽ ഒരു അബദ്ധം സംഭവിക്കാറുണ്ട്. എന്താണ് നമ്മൾ പറയുന്നത്? ആ റസൂലുള്ളാഹി തങ്ങൾ കൊടുത്ത വടി കബീസ് ഉയർത്തിയത് കണ്ടപ്പോ ആ വടി അങ്ങോട്ട് വലിച്ചെറിയുന്നു, ഓടിപ്പോയി റസൂലുള്ളാഹിനെ കെട്ടിപ്പിടിക്കുന്നു എന്ന് പ്രസംഗിക്കാറുണ്ട്. ഇതൊരു വലിയൊരു അബദ്ധമാണ് കൂട്ടുകാരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈ കൊണ്ട് കൊടുത്ത ആ ശറഫാകപ്പെട്ട കൈ കൊണ്ട് കൊടുത്ത വടി സവാദ് വലിച്ചെറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത് ഒരു ചെറിയ മുട്ടു സൂചിയാണെങ്കിൽ പോലും അത് നിസ്സാരമായി വലിച്ചെറിഞ്ഞുകൂടാ. അത് ഭദ്രമായി സൂക്ഷിക്കുന്നു. അത് ഭദ്രമായി സൂക്ഷിക്കുന്നു. എന്നിട്ട് ഒരൊറ്റ ഓട്ടമാർ നബി തങ്ങളെ കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വെക്കുന്നു. എന്നിട്ട് പറയുന്നു, നബിയെ, ഞാൻ അങ്ങയെ ഖിസാസ് എടുക്കണമെന്ന് പറഞ്ഞതിൽ അങ്ങ് വിഷമിച്ചു പോയോ? അങ്ങനെ മനസ്സിന് വല്ലാത്ത വിഷമം സംഭവിച്ചു പോയോ? ഈ സവാദിനോട് പൊരുത്തപ്പെടണേ നബിയെ, എനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങനോട് പറയും യുദ്ധം ചെയ്യാൻ. ഞാൻ യുദ്ധക്കളത്തിൽ ഇറങ്ങും. പക്ഷേ ആ യുദ്ധക്കളത്തിൽ ഇറങ്ങി ഞാൻ ഷഹീദാകും, സന്തോഷം തന്നെ. പക്ഷേ എന്റെ ജീവിതത്തിൽ ആഗ്രഹമുണ്ട്, എന്റെ ശരീരവും തങ്ങളുടെ ശരീരവും തമ്മിലൊന്ന് സ്പർശിക്കണം. അങ്ങനെ സ്പർശിച്ചാൽ എനിക്ക് ഖബറ് പേടിയില്ല, മുങ്കർ നക്കീറിനെ പേടിയില്ല. യാ അക്റമൽ ഖൽഖി മാ ലിമൻ ആലുഹു ബിഹി സിവാക ഇൻദഹുലു ലിൽ ഹദീസിൽ അമീമി മൗലായ സുന്നി وسلم دائما أبدا على حبيبي
വസല്ലം പവിത്രമായ ശരീരം അത് കെട്ടിപ്പിടിക്കണമെന്നൊരാഗ്രഹമുണ്ട്. പിന്നെ മുങ്കറിന് പേടിക്കണോ? ഖബർ പേടിക്കണോ? എനിക്ക് നരകം പേടിക്കണോ? നബി തങ്ങളുടെ ശരീരം തൊട്ട ശരീരമല്ലേ, ആ ശരീരത്തിന് പിന്നെ പുഴുക്കൾ തിന്നുമോ നബിയെ? അതുകൊണ്ട് ഞാൻ തന്ത്രം പ്രയോഗിച്ചതാണ് നബിയെ. അൽഹംദുലില്ലാഹ്, നിക്ക് സവാദ് നേരെ നിന്നു. അപ്പോഴാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോവുക. എവിടെ? തുപ്പ് നിർത്തും അബൂജഹലിന്റെ ഭാഗത്ത്. അബൂജഹലിന്റെ ആളുകൾ എന്താക്കുകയാണ്? വെള്ളമില്ലാതെ ആകെ അലമ്പായി കിടക്കല്ലേ, കാലിമൂത്ത് കിടക്കല്ലേ. അപ്പോഴാണ് ഒരാളെ ചോദിച്ചിട്ടും ഒരു മനുഷ്യൻ ആ ഹൗദ് പൊട്ടിക്കാൻ എഴുന്നേൽക്കുന്നില്ല. അപ്പോഴാണ് ഒരു ചെറുപ്പക്കാരൻ ഇങ്ങോട്ട് എഴുന്നേറ്റ്. എന്നോ അദ്ദേഹത്തിന്റെ പേരാണ് അസ്വദ്. അസ്വദ് അസ്വദ് എന്ന് പറഞ്ഞാൽ തന്നെ കറുത്തത് എന്നൊക്കെയാണ്. പേര് വരാൻ കുറെ കാരണങ്ങളുണ്ട്. അസദിന്റെ മകൻ അസ്വദാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്. അസ്വദ് സുബ്ഹാനല്ലാഹ്. അസ്വദ് എന്ന് പറഞ്ഞാല് അസ്വദിന്റെ ഉമ്മ അസ്വദിനെ പെറ്റി പ്രസവിച്ചപ്പോ അസ്വദിന്റെ ഉമ്മ പറഞ്ഞു ഉപ്പാനെ വിളിച്ചിട്ട്, ഏയ് ഏയ് ആറ്റുനാട്ടുണ്ടായ ഒരു മോനിതാ ഒന്ന് കണ്ടോളി എന്ന് പറഞ്ഞു. അങ്ങനെ ഉപ്പ വന്ന് നോക്കിയപ്പോ ആ കറുത്ത കരിക്കട്ട പോലത്തെ ഒരു സാധനം. അസ്വദ് എന്ന് പറഞ്ഞു. എന്തൊരു കറുപ്പാണ്. മൂപ്പര് വിളിച്ചിട്ടൊന്നല്ല കേട്ടോ, മൂപ്പര് അതിനേക്കാളും വലിയ കറുപ്പാണ്. എന്നിട്ടാ പറയുന്നത് എന്തൊരു കറുപ്പാണ് അസ്വദ്. എന്നാ പിന്നെ അതന്നെ ആയിക്കോട്ടെ വണ്ടാരത്തിന്റെ പേര്. അങ്ങനെ അസ്വദ് എന്ന് പേരും കിട്ടി. അങ്ങനെ ഈ അസ്വദാണ് എഴുന്നേൽക്കുന്നത്. അസ്വദ് എഴുന്നിട്ടോ കണ്ട് പുനറാവിയോരെ കണ്ടറിയാരോ നിന്റെ ജനം ഒക്കുവതിനായി അന്റെ കുറിശോർ ചിലരും മുന്തിടൈ ഹക്കീമുമേ ചുഗന്ധനേറി നടുവായി. അസ്വദ് ബിൻ അബ്ദുൽ അസദ് എഴുന്നേൽക്കുന്നതിന്റെ മുമ്പ് അവിടുന്ന് വേറൊരാൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതാണ് ഹക്കീം ബിൻ ഹിസാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അളിയന്റെ മോന ഖദീജ ബീബി റളിയല്ലാഹു അൻഹയുടെ സഹോദരന്റെ മകനാണ് ഹക്കീം. ഈ ഹക്കീം എഴുന്നേറ്റ് നേരെ ഹൗദിന്റെ സമീപത്തിലേക്ക് കുതിക്കുമ്പം അല്ലാഹുവിന്റെ റസൂലിന്റെ കാരുണ്യം നോക്ക് നിങ്ങൾ. സഹാബികൾ പറഞ്ഞു, സഹാബികളെ ആ വരുന്ന ചുവന്ന ഒട്ടകക്കാരനൊഴികെ ആര് ഹൗദിന്റെ സമീപത്തിൽ വന്നാലും കൊന്നുകളയടേ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്താ ചുവന്ന ഒട്ടകമെന്നും ചുവന്ന കുതിര എന്നും വസീർ എന്നാണ് ഒട്ടകത്തിന്റെ പേര് എന്നൊക്കെ പല അഭിപ്രായങ്ങളുണ്ട്. ഞങ്ങൾ അതിലേക്കൊന്നും കിടക്കുന്നില്ല. ഏതോ ആവട്ടെ, ഒരു ചുവന്ന കുതിര സവാരിക്കാരൻ, ഒട്ടക സവാരിക്കാരൻ, അങ്ങനെ മനസ്സിലാക്കുക. ആ ഒരു കൊല്ലണ്ടെന്ന് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് കഷ്ടപ്പെടുത്തി. ഷേഖ് അബൂ താലിബിന്റെ കഥയൊക്കെ നമുക്കറിയാം. മാസങ്ങളോളം ഭക്ഷണം കൊടുക്കാതെ കഷ്ടപ്പെടുത്തിയപ്പോ ആരും കാണാതെ രഹസ്യമായി ഭക്ഷണങ്ങൾ റസൂലുള്ളാഹി തങ്ങൾ കൊണ്ടുപോയി കൊടുത്ത ഒരാളാണ് ഹക്കീം ബിൻ ഹിസാം. ഈ ഹക്കീം ബിൻ ഹിസാം അന്ന് ഖുറൈശികളുടെ ഭാഗത്താണ്. പക്ഷേ ആ ഹക്കീം ബിൻ ഹിസാം ചെയ്തതിന്റെ നന്ദി അല്ലാഹു റസൂൽ പറയുന്നു, ഒന്നും ചെയ്യരുത്, ഹക്കീം വരട്ടെ, വെള്ളം കുടിക്കട്ടെ. ഹക്കീം നേരെ വരുന്നു, ഹൗദ് പൊട്ടിക്കാനൊന്നുമില്ല, മൂപ്പര് വെള്ളം കുടിക്കുന്നു, അനുയായികൾ വെള്ളം കുടിക്കുന്നു, തിരിച്ചു പോകുന്നു. അല്ലാഹു റസൂലിന്റെ സഹാബത്തൊന്നും ചെയ്തില്ല. ഇത് കണ്ടുകൊണ്ട് രോഷകുലനായ മനുഷ്യനാണ് അസ്വദ് ബിൻ അബ്ദുൽ അസദ് എഴുന്നേറ്റ് പറഞ്ഞു, ആ ഹക്കീം ചെയ്തത് കണ്ടോ നിങ്ങൾ? വെള്ളം കുടിച്ചുകൊണ്ട് പോരുകയാണ്. എന്താ ഇത്? അത് തകർക്കാനല്ലേ? ഉടനെ തന്നെ എഴുന്നേറ്റ് കൊണ്ട് നേരെ കുതിച്ച് ഹൗദിന്റെ സമീപത്തിലേക്ക് കുതിച്ചു വരുന്ന സമയത്തതാ ഒരു ധീരനും സമർത്ഥനുമായ ഒരു സിംഹക്കുട്ടി ചാടി എഴുന്നേറ്റു. ആരാണത്? ഞാനിരിക്കവെ ജിന്നും മിൻസിലും നാഗതിക്കിലുമില്ല പേർ താനമൊറ്റൊരു ബമ്പനുണ്ടോ ബൽ കണ്ടിടട്ടെ കുടിപ്പതായി തഞ്ചമുറ്റഹരിന്റെ വാക്കിൽ ജവാബുരന്തരിശിപ്പതായി ആനനം ദർശിക്കിൽ ജന്മനു അഞ്ചൽ കെട്ടിടും അസുയതാം അസ്വദെന്തൊരു നാമമൊട്ടും അമാലിന്ത ശുകൂറത അറ്റം എത്തിയുനൈക്കുമന്നുവൾ ഉറ്റ് നീയർശാരിപോർ ആരതെന്തിനി പിന്നടുക്കമിയുണ്ട് കണ്ട് കൊൾക്കാരിബാ.
അസ്വദ് നേരെ ഹൗദിന്റെ സമീപത്തിലേക്ക് ഇങ്ങനെ വരിക. ഹൗദ് പൊട്ടിക്കും. ഇവൻ വരുന്ന സമയത്ത് ഒന്ന് പറഞ്ഞിട്ടുണ്ട്, എന്താണ്? ആനനം ദർശിക്കിൽ ചിന്മനു അഞ്ചൽ പെട്ടിടുമസിയതാം അസ്വദന്റെ ഒരു നാമമൊട്ടും മമ അലിം തശുഹൂറദാ. ഇവന് നേരെ വന്നിട്ട് ഷുഹൂറായ മഷൂറായ ഒരാളാണ്. അതുകൊണ്ട് നിങ്ങൾക്കൊന്നും അറിയില്ലേ ഈ അസ്വദ് എന്നാരാ എന്ന് കുറെ വീരവാദങ്ങളൊക്കെ മുഴക്കിയിട്ടാണ് മൂപ്പര് വരുന്നത്. നേരെ ഹൗദിന്റെ സമീപത്തിലേക്ക് വരുമ്പോ മൻസറുല്ലാഹു പറഞ്ഞു, എടാ അസ്വദേ, നല്ല നിലക്ക് വരാം, വെള്ളം കുടിക്കാം, തിരിച്ചു പോകാം. ഹക്കീം വന്നത് കണ്ടോ? ഞങ്ങൾ തടഞ്ഞോ? വെള്ളം കുടിച്ചില്ലേ? തിരിച്ചു പോയില്ലേ? അതുപോലെ വരാം. ഉടൻ തന്നെ പറയുന്നു, ഹംസേ, ഇതാ